Hi all, good evening. Welcome to Earnest Academy. So നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ എഞ്ചിനീയറിംഗ് ആൻഡ് കോളേജസ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. സോ ലാസ്റ്റ് PSC നടത്തിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അതായത് കാറ്റഗറി നമ്പർ 205/2021 2022 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. സോ ഫസ്റ്റ് പോർഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. സോ നമുക്കത് എന്താന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? First one, a minus b is equal to a intersection b complement. Then a minus b union b minus a is equal to a union b minus a intersection b. Then third statement, a minus b intersection b minus a is a null set. So മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരുന്നത്. അത് സെറ്റ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കത് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ദാറ്റ് ഈസ് എ ആൻഡ് ബി. ഇതാണ് എ എന്നുള്ള സെറ്റ് ആൻഡ് ദിസ് ഇസ് ബി എന്ന് പറഞ്ഞ സെറ്റ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് എയിലുള്ളതും ബിയിലില്ലാത്തതും. ദാറ്റ് ഈസ് ഓക്കെ, ഈ ഒരു ഇത്രയും പോർഷൻ ആണ് എ മൈനസ് ബി എന്നുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് അഗെയിൻ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് വരയ്ക്കാം. എ ബി എന്നൊരു സെറ്റ് വരയ്ക്കാം. ഓക്കെ, ദിസ് ഇസ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? ബിക്ക് വെളിയിലുള്ളത്. ദാറ്റ് ഈസ് ഈ ഒരു എൻറ്റയർ സെക്ഷൻ വരും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കാണാം ഈ രണ്ട് ഡയഗ്രാംസും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വട്ട് ഈസ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. നമ്മൾ എഗെയിൻ എ മൈനസ് ബി വരയ്ക്കുവാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരച്ച പോലെ തന്നെ ദിസ് ഇസ് എ മൈനസ് ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഇത്? ഇത് എ മൈനസ് ബി ആണെന്നുണ്ടെങ്കിൽ ബി മൈനസ് എ എങ്ങനെയായിരിക്കും വരുന്നത്? എങ്ങനെയായിരിക്കും നമുക്ക്? ദാറ്റ് ഈസ് ബി മാത്രം ഇൻക്ലൂഡഡ്. ഓക്കെ, ദിസ് ഇസ് താഴെ എഴുതാം എ മൈനസ് ബി ആൻഡ് ദിസ് ഇസ് ബി മൈനസ് എ. ഓക്കെ, ദെൻ ഇതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ ഇതിന്റെ യൂണിയൻ ആണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് LHSലുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് എന്താണ്? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അത് നമുക്ക് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എ ആൻഡ് ബി ടു സെറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഇൻക്ലൂഡഡ് ആണ്. എയും ബിയും മ്യൂച്വലി ഇൻക്ലൂഡഡ് ആണ്. ദെൻ യൂണിയൻ ബി. ഓക്കെ, ദെൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ദിസ് ഏരിയ. എ ഇന്റർസെക്ഷൻ ബി വരും. ഓക്കെ, ദെൻ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ഇതാണ് ഫസ്റ്റ് പിക്ചർ. ഓക്കെ, ഇത് എൻറ്റയർ പോർഷൻ ഇൻക്ലൂഡഡ് ആണ് ആൻഡ് ഈ ഒരു പോർഷൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ ഇത് എന്തായിരിക്കും ഡയഗ്രാം വരുന്നത്? ദാറ്റ് ഈസ് എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ടോട്ടലി വരുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കി ഫുൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് ആ ഒരു ഇന്റർസെക്ഷൻ ഇല്ലാതെ ബാക്കി ഇത്രയും പോർഷൻ. ഓക്കെ, ഇങ്ങനെയാണല്ലോ വരുന്നത്. സി നമുക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്നും വന്നിരുന്നു. അതെങ്ങനെയാണ് വരുന്നത്? എ മൈനസ് ബി ഉണ്ട്, ബി മൈനസ്. അപ്പൊ ഇത് രണ്ടും വരുമ്പോ ഈ ഒരു സെഗ്മെന്റ് മാത്രമല്ല ഈ ഒരു ഇതിൽ വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ എ മാത്രം, ഇവിടെ ബി മാത്രം. അപ്പൊ അവിടെ ഇല്ലാതെ വരുന്ന ഏത് പോർഷൻ ആണ്? ഈ ഒരു സെൻട്രൽ പോർഷൻ. സോ സിമിലർലി എന്താണ്? ഈ ഒരു രണ്ടാമത്തെ RHS സ്റ്റേറ്റ്മെന്റും ഏകദേശം സിമിലർ ആയിട്ട് വരും. ഈ ഒരു സെൻട്രൽ പോർഷൻ വരത്തില്ല. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് വരുന്ന എന്താണ്? എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ. ദാറ്റ് ഈസ് എങ്ങനെയാണ്? എ മൈനസ് ബി ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കണ്ടതാണ്. എഗെയിൻ എ മൈനസ് ബി എന്നുള്ളത് വരയ്ക്കുക. ഓക്കെ, ഇന്റർസെക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
B minus A. That is this portion. Is there any common portion exist? ഉണ്ടോ? ഇന്റർസെക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് എ നൾ സെറ്റ്. ഇത് രണ്ടും സെയിം അല്ലല്ലോ. ഇവിടെ എ മാത്രം, ഇവിടെ ബി മാത്രം. രണ്ടിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് വിൽ ബി എ നൾ സെറ്റ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പം ഫിഗർ വരച്ചത് വെച്ചിട്ട് നമുക്ക് മൂന്നും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് വന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എന്താണ്? all of the above. That is the first, second and third statements are correct. The option C is the right answer. Okay. Next, consider a vocabulary with only 4 prepositions A, B, C and D. How many models are there for the following sentence? B or C? Okay. ഇത് നമ്മുടെ ആ ടോട്ടോളജി ആ ഒരു സെഗ്മെന്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാൻ. ബേസിക്കലി നമ്മളിവിടെ ഒരു ട്രൂത്ത് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം 4 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ആ 4 വേരിയബിൾസ് വരുമ്പം നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ആ 4 വേരിയബിൾസിനും വരച്ചു. ഓക്കെ, ദെൻ അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ എത്ര റോസ് വരും? 4 വേരിയബിൾസിന്റെ വെച്ചിട്ട് നമുക്കറിയാം 0 to 16 ആ ഒരു ഇതിൽ നമുക്ക് അല്ലാതെ ഡിജിറ്റലിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ 4 വേരിയബിൾസിന്റെ ട്രൂ ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ? അപ്പൊ ആദ്യം ട്രൂ അങ്ങനെ അതെല്ലാം എഴുതി വരുമ്പോൾ നമുക്ക് ഒരു 16 റോസോളം ഇവിടെ വരും. ഓക്കെ, ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി മോഡൽസ് ആർ ദെയർ ഫോർ ദ ഫോളോയിങ് സെന്റൻസ് ബി ഓർ സി. അങ്ങനെ വരുന്ന കേസിൽ ബിയും സിയും ഓർ എടുക്കുമ്പോൾ അത് നമുക്കിത് ഫുൾ എഴുതി നോക്കിയാലേ എങ്കിലും ഈ ഒരു ഓർ എടുക്കുന്ന ആ ഒരു സെഗ്മെന്റിൽ 2 എണ്ണമാണ് ഓർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ ഫോൾസ് വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം മതി. അതായത് ബി ഓർ സിയിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബി ഓർ സിയിൽ ഒരു 4 റോസ് എന്തായിട്ട് വരും? ഫോൾസ് ആയിട്ട് നമുക്ക് വാല്യൂസ് വരും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ റോസ് 16 ആണ്. അതിൽ നിന്ന് 4 റോസ് ഓർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇതെന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? 12 ആയിരിക്കും അതിന്റെ ആൻസർ. അതായത് 12 വാല്യൂസ് ആയിരിക്കും എന്താ ഈ മോഡൽസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, ബി ഓർ സിയിൽ വരുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Next question. What is the maximum cardinality of a relation R on a set S x, y, z such that relation R is anti-symmetric? നമുക്കറിയാം ഇത് റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാർഡിനാലിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? കാർഡിനാലിറ്റി റെപ്രസെന്റ്സ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് കാർഡിനാലിറ്റി പറയുന്നത്. ആൻഡ് മാക്സിമം എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. ഓക്കെ, സോ ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? 3 എലമെന്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഇഫ് ദർ എക്സിസ്റ്റ് എ റിലേഷൻ ആർ ആൻഡ് ദാറ്റ് ടു ബി ആന്റി സിമെട്രിക്. സോ നമ്മൾ ആന്റി സിമെട്രിക് എന്ന ആ ഒരു പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. ഓക്കെ, അതിന് നമുക്ക് ബേസിക് ആയിട്ട് 2 കേസസ് ആണുള്ളത്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് ഇഫ് എക്സ് ആൻഡ് വൈ be 2 variables which belongs to R and also y and x belongs to R, then that means that x is equal to y. Okay, then anti-symmetric ന്റെ second property എന്ന് പറയുന്നത് if x and y belongs to R and y and x does not belongs to R, then that means that x is not equal to y. ഓക്കെ, ഇങ്ങനെ 2 കേസിലാണ് നമ്മൾ ഇതിനെ ആന്റി സിമെട്രിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കേസിൽ നമ്മൾ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 3 എലമെന്റ്സ് ആണല്ലോ. സോ നമുക്ക് കൺസിഡർ ചെയ്യാം രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഏതൊക്കെയായിരിക്കും കാർഡിനാലിറ്റി സെറ്റിൽ വരുന്നത്? എക്സ് എക്സ്, വൈ വൈ ആൻഡ് ഇസഡ് ഇസഡ്. ഓക്കെ,
ഇതൊരു കാർഡിനാലിറ്റിയിൽ ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ദെൻ പിന്നെ വരുന്ന എന്താണ് ഈ രണ്ടാമത്തെ കേസിൽ വരുന്നത്, ദാറ്റ് മീൻസ് എക്സ് വൈ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ എക്സും വൈയും ഈക്വൽ ആകാൻ പാടില്ല. അങ്ങനെ വരുന്ന കേസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് എക്സ് വൈ എന്നുള്ളത് വരും. ഓക്കെ, ദെൻ വൈ എക്സ് എടുക്കാൻ പറ്റുമോ? ബിക്കോസ് നമ്മൾ അത് ഓൾറെഡി എന്താണ് ഈക്വൽ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് വൈ എക്സ് എടുക്കാനായിട്ട് സാധിക്കില്ല. ദെൻ അടുത്ത എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? നമുക്ക് വൈ ഇസഡ് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇസഡ് വൈ എഴുതാൻ പറ്റുമോ? ഇല്ല. ആന്റി സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരെണ്ണം മാത്രമേ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്ന കേസിൽ പിന്നെ എന്തുണ്ട്? എക്സ് എടുത്തു, എക്സ് വൈ എടുത്തു, ദെൻ വൈ ഇസഡ് എടുത്തു. പിന്നെ നമുക്ക് എടുക്കാവുന്ന എന്താണ്? എക്സ് ഇസഡ് ആണ് പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ ഇതായിരിക്കും അതിന്റെ ഒരു മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്കൊരു 3 കിട്ടി, സെക്കൻഡ് കേസിൽ നമുക്കൊരു 3 കിട്ടി. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 6 എലമെന്റ്സ് ആയിരിക്കും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഡി. ഓപ്ഷൻ ഡി 6 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് n square plus n is dash for all n belongs to capital N. That means ഇവിടെ നമുക്ക് എഴുതാം n square plus n എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഈസ് ഡാഷ് ആ എന്താണെന്നാണ്, അതായത് n സ്ക്വയറും അതിനോട് കൂടിയിട്ട് n കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത്. ആ n എന്ന് പറയുന്നത് എന്താണ്? ഈ n എന്ന് പറയുന്ന വിച്ച് ക്യാൻ ബി എനി നാച്ചുറൽ നമ്പർ. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. സപ്പോസ് ദാറ്റ് ഇഫ് n ഈസ് ഈക്വൽ ടു 1 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ n സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? അല്ലെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. n പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ n പ്ലസ് 1 ഇങ്ങനെ എടുക്കാം. സിംപ്ലിഫൈ ചെയ്ത് n സ്ക്വയർ പ്ലസ് n നമുക്ക് n ഇൻറ്റു n പ്ലസ് 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ n ഈക്വൽ ടു 1 വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് വരുന്നത്? n വിച്ച് മീൻസ് 1 ഇൻറ്റു n പ്ലസ് 1, 1 പ്ലസ് 1 ഈസ് എത്ര വരും? 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2. ദെൻ അഗെയിൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെക്സ്റ്റ് നമ്പർ ഞാൻ എടുത്തു, n ഈക്വൽ ടു 2. ദെൻ n ഇൻറ്റു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 2 പ്ലസ് 1 വിച്ച് ഈസ് എത്രയാണ് വരുന്നത്? 3, 6. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാം. ഇത്രയും ടൈം ഒന്നും നമുക്ക് കിട്ടത്തില്ല, എങ്കിലും ഒരു 3 നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. n ഇൻറ്റു n പ്ലസ് 1. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ എത്രയാണ്? 3 ഇൻറ്റു 3 പ്ലസ് 1 വിച്ച് ഈസ് 4. സോ വി ക്യാൻ സിംപ്ലി സ്റ്റേറ്റ് ദാറ്റ് എന്തായിരിക്കും? n സ്ക്വയർ പ്ലസ് n എന്ന് പറയുന്ന നമ്പർ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇതിനെ ഷോർട്ട് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സിമിലർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത് n ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളത്. സോ ഇത് നമുക്ക് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണ്? ഓപ്ഷനകത്ത് നോക്കിയാൽ ഈവനും ഓടും മാത്രമാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും n square plus n is even for all n belongs to n. So the option A is the right answer. Next question. Okay. ഇത് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ടോട്ടോളജി ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് P and Q. Let P is, this is a good question paper. Then Q states that you should not come back here. Then this is a great question paper and you should come back here is best represented by. നമുക്കറിയാം ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ചെക്ക് ചെയ്യുക P, ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അതിനകത്തൊരു നെഗറ്റീവ് വേർഡും ഇല്ല. ദെൻ നെക്സ്റ്റ് Q എന്ന് പറയുന്നതിൽ യു ഷുഡ് നോട്ട് കം ബാക്ക് ഹിയർ. സി, ഇവിടെ ഒരു നോട്ട് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് പറയാം എന്താണ് Q എന്ന് പറയുന്നത് എന്താണ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ദെൻ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതിൽ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗേഷൻ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ദിസ് ഈസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ബിക്കോസ് അവിടെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്, ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡും കൂടെ വന്നിട്ടുണ്ട്. യു ഷുഡ് കം ബാക്ക് ഹിയർ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോ ഇതിന്റെ എന്താണ്? ദിസ് ഈസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് അതിനെ ഏതായിട്ട് എടുക്കാം? P ആയിട്ട് എടുക്കാം. ഈ
ഒരു സ്റ്റേറ്റ്മെന്റിനെ പി ആയിട്ട് എടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ആൻഡ് എന്നുള്ള ഇവിടെ ആൻഡ് ആണോ ഓർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ, ആൻഡ് റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണല്ലോ. ഓക്കെ, ആൻഡിന്റെ റെപ്രസെന്റേഷൻ കൊടുത്തു. ദെൻ യു ഷുഡ് നോട്ട് കം ബാക്ക് ഹിയർ എന്നാണ് നമ്മളോട് ക്യൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ നെഗേഷൻ ആണ് യു ഷുഡ് കം ബാക്ക് ഹിയർ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. സോ അതിന്റെ മീനിങ് എന്താണ്? യു ഷുഡ് കം ബാക്ക് ഹിയർ എന്ന് പറയുമ്പോൾ എന്ത് പറയും? അവിടെ നെഗേഷൻ ക്യൂ ആണ് വരുന്നത് അല്ലെ. ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നെഗറ്റീവ് ആണ്. സോ നെഗേഷൻ ക്യൂ ആയെങ്കിൽ മാത്രമേ യു ഷുഡ് കം ബാക്ക് ഹിയർ വരത്തുള്ളൂ. സോ റൈറ്റ് ആൻസർ ഏതാണ്? പി ആൻഡ് നെഗേഷൻ ക്യൂ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ്. ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെറുതായിട്ടൊന്ന് എഴുതി നോക്കുക. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ വരുന്ന വേർഡ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിൽ കണക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ട്, ഇപ്പൊ ആൻഡ് ആണോ ഓർ ആണോ അങ്ങനെയുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്യുക. ദെൻ ഐഡന്റിഫൈ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ്. എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കിട്ടും. ഇത് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരിക്കും. ഒന്നോ രണ്ടോ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് കാണും. പക്ഷേ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a group of 200 people, 50 can speak Hindi and 199 can speak English. How many can speak both Hindi and English? Okay, basic ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 200 ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റ് നമുക്കിപ്പം എൻ ഓഫ് എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണേൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് എൻ ഓഫ് എ എന്ന് എഴുതാം അല്ലെങ്കിൽ എൻ ഓഫ് എച്ച് എന്ന് എഴുതാം. ഫോർ കൺവീനിയൻസ് ഞാൻ എൻ ഓഫ് എ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, എൻ ഓഫ് എ എന്ന് പറയുന്നത് 50. ദെൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അതായത് ഹിന്ദി സംസാരിക്കുന്നതാണ് എൻ ഓഫ് എ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയത്. ദെൻ എൻ ഓഫ് എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ എൻ ഓഫ് ബി ആക്കി എഴുതി. ദാറ്റ് ഈസ് 199. ദെൻ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അഗെയിൻ ഇവിടെ ഒരു കണക്റ്റീവ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. നമുക്ക് ഒരു ഈസി ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ എ യൂണിയൻ ബി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് n of A union B. Okay, simply ഈ values substitute ചെയ്യുക. That is 50 plus 199 minus n of A union B എത്രയാണ്? 200. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് ഇത് 249 വരും മൈനസ് 200 and the final answer is 49, which is option A. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇവിടെ തിരിച്ചും വരാം. അതായത് നമുക്ക് കോമൺ ആയിട്ടുള്ളത് തരും. സ്റ്റുഡൻസ് ഹു സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എന്ന് തന്നിട്ട് നമ്മളോട് അല്ലാതുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനും ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദ ഓപ്ഷൻ എ 49 is the right answer. Next question. How many integer solutions there are to the equation x1 plus x2 plus x3 plus x4 is equal to 18 if xi greater than or equal to 0 for 1 less than or equal to I less than or equal to 4. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറെ വേരിയബിൾസും കുറെ നമ്പേഴ്സും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാകേണ്ട കാര്യമില്ല. ഇത് വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇന്റിജർ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ജനറലൈസ് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ടോട്ടൽ വേരിയബിൾസ് എന്ന് പറയുന്ന എത്രയാണ്? ടോട്ടൽ വേരിയബിൾസ് 4 വേരിയബിൾസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടുത്തെ ടോട്ടൽ വേരിയബിൾസ് ദാറ്റ് ഈസ് ആർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. 4 ആണ്. ദാറ്റ് ഈസ് x1 x2 x3 x4 അങ്ങനെ 4 വേരിയബിൾസ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ വിച്ച് ഈസ് സം ഓഫ് വേരിയബിൾ. സം ഓഫ് വേരിയബിൾ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 18. സോ ഞാൻ അതിനെ n ആയിട്ട് കൺസിഡർ ചെയ്തു 18. ഇത് നേരെ തിരിഞ്ഞു പോകരുത്. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ടോ അതിനെ r ആയിട്ട് ഡിനോട്ട് ചെയ്യുക, 4 എന്ന് എഴുതി. ദെൻ അതിന്റെ സം എന്ന് പറയുന്നതിനെ n ആയിട്ട് ഡിനോട്ട് ചെയ്ത്. ഇങ്ങനെ വരുന്ന കേസിൽ എത്ര ഇന്റിജർ സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് n പ്ലസ് r മൈനസ് 1 c
r minus 1. Okay. Just substitute here. 18 plus, which is r minus 1 is 4 minus 1. Okay. C, r minus 1 is 4 minus 1. It is equal to, എത്ര വരും? 18 plus 3 C3. It is equal to 21 C3. നമുക്കറിയാം NCR is equal to, എന്താണ് NCR പറയുന്നത്? N factorial by R factorial into N minus R factorial. Basic ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ. ആൻഡ് ഹിയർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 21 C3 ആണ്. അവിടെ എന്താണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും? NCRന്റെ കേസിൽ N എന്ന് പറയുന്നത് 21 factorial divided by 3 factorial into 21 minus 3 factorial. Okay, clear? ഇവിടെ നമുക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ 21 minus 3 ഉണ്ട്. സോ നമുക്കൊന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 21 into 20 into 19 into 18 factorial. Okay. And here it is 3 factorial into 21 minus 3, which is 18 factorial. And ഇത് both cancel ആകും. പിന്നെ നമുക്ക് എത്രയാണ് വരുന്നത്? ഈ 3 ഫാക്ടോറിയലിനെ ഒന്നും കൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, 7 2 20s 10. Okay, so the final answer is 7 into 10 into 90, which is 1330. Okay, so the answer is option A, 1330 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ലേ? ജസ്റ്റ് ഈ എടുക്കുന്ന വാല്യൂസ് നോക്കുക, എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ അതിനെ 6 ആയിട്ട് കൺസിഡർ ചെയ്യുക, ആൻഡ് അതിന്റെ സം എന്ന് പറയുന്നതിനെ n ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ n പ്ലസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, n പ്ലസ് r മൈനസ് 1 ഇൻറ്റു സി r മൈനസ് 1. ഓക്കെ, ദെൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് ഇടുക, അത്രേ ഉള്ളൂ. ഓക്കെ. Next question, a number is chosen at random among the first 120 natural numbers 1, 2, 3, etc. to 120. The probability of the number chosen being a multiple of 5 or 15. Okay, probability എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. സി, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 120 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ആ 120 നമ്പേഴ്സിൽ നിന്നും 5ഓ 15ഓ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സിംപ്ലി പറയാം. ദാറ്റ് ഈസ് എത്ര വരെ വരും? 5, 10, 15 എക്സെട്ര അപ് ടു 120 വരെയുള്ള നമ്പേഴ്സിനകത്ത് ഇതിന്റെ മൾട്ടിപ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സിംപ്ലി കൺസിഡർ ചെയ്യാം 120 വരെയാണ്. സോ ആ 120കകത്ത് ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് വരുന്ന എത്രയാണ്? 120ൽ എത്ര 5 വരും എന്നുള്ളത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. എത്രയാ നമുക്ക് വരുന്നത്? 24 വരും അല്ലേ? 24 ആയിരിക്കും എന്ത് 120ൽ 5 വരുന്ന ആ ഒരു ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി കാണാം. അതായത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ആണ് നമുക്ക് ഇനി കൺസിഡർ ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 24 ആണ് വാല്യൂ. ആ 24 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു നമ്മുടെ നമ്പർ, അത് വെച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുവാണ്. ദാറ്റ് ഈസ് ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. സോ നമ്മൾ ക്യാൻസൽ ചെയ്യാനായിട്ട് നോക്കണ്ട, ഫ്രാക്ഷൻ ആയിട്ട് തന്നെ ആൻസർ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, 1/5 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. വെറും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ഏറ്റവും ലീസ്റ്റ് വരുന്നത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മതി. 15ഉം 5ഉം കൂടെ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം 15 എന്ന് പറയുന്നത് 5ന്റെ ഫാക്ടർ ആണ്. സോ 5 വെച്ചിട്ടുള്ളത് തന്നെ വെച്ചിട്ട് നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് urn contains 6 red balls and 6 black balls. In the first draw, one ball is picked at random and discarded without noticing its color. The probability to get a red ball in the second draw is. അതായത് ഒരു ഏൺ എന്ന് പറയുന്ന ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സി, ഇതാണ് നമ്മുടെ ഏൺ എന്ന് പറയുന്നത്. അതിൽ എത്രയാണ്? 6 റെഡ് ബോൾസും ഉണ്ട്, 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രോയിൽ ഒരു ബോൾ പിക്ക് ചെയ്യുകയാണ്, റാൻഡം ആയിട്ട് ഒരു ബോൾ പിക്ക് ചെയ്യുകയാണ്.
ആൻഡ് ഡിസ്കാർഡഡ് വിത്തൗട്ട് നോട്ടീസിങ് ഇറ്റ്സ് കളർ. അപ്പൊ അത് റെഡ് ആണോ ബ്ലാക്ക് ആണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ദ പ്രോബിലിറ്റി ടു ഗെറ്റ് എ റെഡ് ബോൾ ഇൻ ദ സെക്കൻഡ് റോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രോയിൽ ഏത് കളർ ആയാലും നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ സെക്കൻഡ് റോയിൽ എന്താണ്, സെക്കൻഡ് തവണ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, റെഡ് ബോൾ കിട്ടാനുള്ളതിന്റെ പ്രോബിലിറ്റി. ഈസി അല്ലേ? സി, ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഫസ്റ്റ് ഡ്രോയിൽ നമുക്കറിയാം ഏത് കളർ വേണേലും നമുക്ക് വരാം. ദാറ്റ് ഈസ് രണ്ടും സെയിം ആണല്ലോ, നമ്പർ സെയിം ആണ്. സോ 6 ബൈ എത്ര ബോൾസിൽ നിന്നാണ് ഈ 6 വരാനുള്ളത്? അതായത് റെഡ് ആണെങ്കിലും, ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 ഔട്ട് ഓഫ് ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 6 പ്ലസ്, അതായത് റെഡും ബ്ലാക്കും കൂടെ കൂട്ടി 12 ബോൾസ് ഉണ്ട്. സോ 6/12 ആണ്. ആദ്യം ബ്ലാക്ക് ആണ് നമ്മൾ എടുക്കുക, കാരണം ഇത് ബ്ലാക്ക് ആണോ റെഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻറ്റു, പിന്നെ കൺസിഡർ ചെയ്യുന്ന എന്താണ്, രണ്ടാമത് ഞാൻ റെഡ് എടുത്തു എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ 1 എടുത്തു. അപ്പൊ ഇവിടെ എത്ര ബോൾസും കൂടെ വരും? 11 ബോൾസേ വരുള്ളൂ, കാരണം ഓൾറെഡി ഞാൻ ഒരു ബോൾ എടുത്തു കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ 11 ബോൾസ് വന്നത്. ഓക്കെ, പ്ലസ് ഇനി സപ്പോസ് ഞാൻ എന്താണ് ആദ്യം റെഡ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ എത്ര തന്നെ വരും? സെയിം പ്രോബിലിറ്റി വരത്തില്ല, ദാറ്റ് ഈസ് 6/12 തന്നെ വരും. ഓക്കെ, ഇൻറ്റു ദെൻ ഫസ്റ്റ് ഓൾറെഡി ഞാൻ റെഡ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് റെഡ് എടുക്കാനുള്ള പോസിബിലിറ്റി എത്ര? 5 അല്ലേ ഉള്ളൂ. ഓക്കെ, ദെൻ ടോട്ടൽ ബോൾസ് 12 എന്ന് ഒരെണ്ണം കുറയത്തില്ലേ? 5/11. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഏകദേശം 36 പ്ലസ് 30 വരും ബൈ 132, which is equal to 66/132, which is equal to 1/2. ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് സിംഗിൾ വാല്യൂ ആക്കാനായിട്ട് നോക്കരുത്, ഫ്രാക്ഷൻ ആയിട്ട് തന്നെ നിൽക്കണം. സോ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എടുക്കുന്ന വാല്യൂ. ഇപ്പൊ ഇതാണ് ബ്ലാക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ആണ് ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 12 കാരണം രണ്ട് സെയിം 6ഉം 6ഉം ഉണ്ട്. ഓക്കെ, അങ്ങനെ 12 വന്നു. അതിൽ നിന്ന് ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി ആ 6 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ, ദാറ്റ് ഈസ് 6. ഓക്കെ, പിന്നെ ഈ ബ്ലാക്ക് ആണ് ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി 6/11 ആണ് വരുന്നത്, കാരണം ഓൾറെഡി ഇവിടുന്ന് ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബോൾസിന്റെ നമ്പർ ടോട്ടൽ നമ്പർ 12 നിന്ന് 1 കുറഞ്ഞ് 11 ആയത്. ഓക്കെ, പ്ലസ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്, ആദ്യം എടുത്തതും റെഡ്, രണ്ടാമത് എടുത്തതും റെഡ്. അങ്ങനെ വരുന്ന കേസിൽ 12 ബോൾസ് ഉണ്ട് ടോട്ടൽ ബോൾസ്. അങ്ങനെ വരുന്ന കേസിൽ റെഡ് ബോൾസ് എത്ര എണ്ണം ഉണ്ട്? 6 ബോൾസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇനി 6 ആണ് നമ്മൾ ഓൾറെഡി റെഡ് ബോൾസ് എടുത്ത്, വീണ്ടും റെഡ് ആണ് എടുക്കുന്നതെന്നുള്ള പ്രോബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് 5 ഇവിടെ കൊടുത്തത്. ടോട്ടൽ ബോൾസിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞതുകൊണ്ടാണ് 11. ദെൻ ഇത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, റെഡ് ബോൾസിനെ സെക്കൻഡ് റോയിൽ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടും. ഫൈനൽ ആൻസർ ഈസ് 1/2. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 companies A, B, and C supply 25%, 35%, and 40% of the notebooks to a school. Past experience shows that 5%, 4%, and 2% of the notebooks produced by these companies are defective. If a notebook was found to be defective, what is the probability that the notebook was supplied by A? Okay. ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര നീളമുള്ളതാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർക്കുക, ഇത് നമ്മുടെ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് ഒരു തിയറം ഉണ്ട്, ദാറ്റ് ഈസ് ബയേഴ്സ് തിയറം. ഓക്കെ, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ബയേഴ്സ് തിയറം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്കറിയാം 3 കമ്പനീസ് ഉണ്ട്, ദാറ്റ് ഈസ് A, B, and C. ഓക്കെ, ആ A, B, C പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്, സപ്ലൈ ചെയ്യുന്നത് നോട്ട്ബുക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിലോട്ട് A കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന 25%, B 35, C 40 ആണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇതിനു മുമ്പ് അവർ സപ്ലൈ ചെയ്തിരുന്ന കേസിൽ ആ 25% കൊടുത്തിരുന്നതിനകത്തുനിന്ന് എന്താണ് 5% ഡിഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബിയുടെ എത്രയാണ് 4%, സിയുടെ 2%. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇഫ് ഒരു നോട്ട്ബുക്ക് ഡിഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ നോട്ട്ബുക്ക് സപ്ലൈ ചെയ്ത് എ ആണ് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് നോക്കാം.
അത് ഇവന്റുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വേണം ഇതിൽ കൺസിഡർ ചെയ്യാൻ. ബയസ് തിയറം ആണ്. ഓക്കെ, ഫസ്റ്റ് സിംപ്ലി നമുക്ക് എഴുതാവുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യുക, ലെറ്റ് എ ബി ആൻഡ് സി be the events that notebooks are provided by A, B and C respectively. അതായത് നമ്മൾ ഇവന്റ്സ് ആണെന്ന് പറഞ്ഞ് ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഡിനോട്ട് ചെയ്യുന്നത് ഡിഫക്റ്റീവ് ആണെന്നുള്ളൊരു ഇതിരിക്കട്ടെ. ഓക്കെ, ഈ ഓരോ ലെറ്റേഴ്സും ആണ് പറയുന്നത്. ഇവിടെ എ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? എ സപ്ലൈ ചെയ്യുന്ന നോട്ട്ബുക്സിനെയാണ് എ ഡിനോട്ട് ചെയ്യുന്നത്, ആ ഒരു ഇവന്റിനെയാണ് എ ഡിനോട്ട് ചെയ്യുന്നത്. ബി ഡിനോട്ട് ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞ കമ്പനി സപ്ലൈ ചെയ്യുന്ന നോട്ട്ബുക്കിന്റെ ഇവന്റിനെയാണ്. സി സപ്ലൈ ചെയ്യുന്ന എന്താണ്? സി കമ്പനി സപ്ലൈ ചെയ്യുന്ന ഇവന്റിനെ ഡിനോട്ട് ചെയ്യുന്ന സി. ദെൻ ഒരു ബുക്ക് നമ്മൾ കൊടുത്തത് ഡിഫക്റ്റീവ് ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്ന ഇവന്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിന്റെ വാല്യൂ എഴുതാൻ ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ which is equal to എന്താണ്? 25/100 ആണ്. ഓക്കെ അല്ലെ, 25% ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 0.25 വരും. സിമിലർലി പി ഓഫ് ബി ഈസ് ഈക്വൽ ടു എത്ര വരും? 35% ആണ്. സോ 35/100 എന്ന് പറയുന്നത് 0.35 വരും. ആൻഡ് അഗെയിൻ പി ഓഫ് സി എന്ന് പറയുന്നത് 40%, which indicates that 40/100 is equal to 0.40. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് നോട്ട്ബുക്സ് സപ്ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് ഡി ബൈ എ എന്ന് വരും. ഇങ്ങനെ ഒരു നൊട്ടേഷൻ വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബയസ് തിയറം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. പി ഓഫ് E1/A എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എ ഈസ് ഒക്കറിങ് ഗിവൺ ദാറ്റ്. ഓക്കെ, ഇപ്പൊ E1/A എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് E1 എന്ന് പറഞ്ഞ ഇവന്റ് ഒക്കർ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? എ ട്രൂ ആയിരിക്കുമ്പോൾ ഒക്കർ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് E1. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? എ സപ്ലൈ ചെയ്യുന്ന നോട്ട്ബുക്കിലെ ഒരെണ്ണം ഡിഫക്റ്റീവ് ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്ന ഇവന്റ് ആണ് ഡി ബൈ എ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് ഡി ബൈ എ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 5% ആണെന്നുള്ളത്. സോ നമുക്ക് എങ്ങനെ 5/100 എന്നുള്ളത് 0.05 എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് ബി സപ്ലൈ ചെയ്യുന്ന നോട്ട്ബുക്സിനാണ് ഡിഫക്റ്റീവ് വരുന്നതെങ്കിൽ ആ ഇവന്റിനെ നമുക്ക് പി ഓഫ് ഡി ബൈ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 0.04 എന്നാണ് നമ്മൾക്ക് അത് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പി ഓഫ് ഡി ബൈ സി. ഓക്കെ, പി ഓഫ് ഡി ബൈ സി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2% ആണ് പറഞ്ഞിരിക്കുന്നത്. 2% വരുമ്പോൾ 2/100 വരും. ദാറ്റ് ഈസ് 0.02. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ദാറ്റ് ഈസ് ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഒന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നോട്ട്ബുക്ക് വാസ് സപ്ലൈഡ് ബൈ എ? എ സപ്ലൈ ചെയ്ത നോട്ട്ബുക്ക് ഡിഫക്റ്റീവ് ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് എ ബൈ ഡി, അതായത് എ സപ്ലൈ ചെയ്തത് ഡിഫക്റ്റീവ് ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ബയസ് തിയറത്തിന്റെ ഒരു ജനറലൈസേഷൻ ഞാൻ ഇവിടെ എഴുതുവാണ്. ദാറ്റ് ഈസ് പി ഓഫ് E1/A എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ബയസ് തിയറം വെച്ചിട്ട് പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് A/E1 ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് അവിടെ ഏതൊക്കെ ഇവന്റ്സ് നടന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം പ്രോബബിലിറ്റി ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ അതിന്റെ സം എടുക്കുക. ദാറ്റ് ഈസ് പി ഓഫ് EI, ഫസ്റ്റ് ഇവന്റ് ഏതാണോ അത് ഇൻറ്റു പി ഓഫ് എ ബൈ EI. ഓക്കെ, ഇത് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇക്വേഷൻ കണ്ട് പേടിക്കേണ്ട, ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് പി ഓഫ് E1. ഇവിടെ ആദ്യം വന്ന വാല്യൂ ഏതാന്ന് നോക്കുക. പി ഓഫ് എക്ക് പകരമല്ലേ ഇവിടെ പി ഓഫ് E1 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇതെങ്ങനെയാണ് എഴുതണ്ടേ? ഇവിടെ നമ്മൾ എഴുതുമ്പോ പി ഓഫ് എ ബൈ ഡി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്യണം? പി ഓഫ് ഡി ബൈ എ.
ഓക്കെ, ഇൻറ്റു പി ഓഫ് എ എന്നാണ് നമ്മൾ എഴുതുന്നത്. അതായത് ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് ജസ്റ്റ് പി ഓഫ് എന്താണ് E1 ആണ്, അല്ലേ വേണ്ട അങ്ങനെ എഴുതിയ കൺഫ്യൂഷൻ വരും. ഓക്കെ, പി ഓഫ് E1 അല്ലേ ഇവിടെ ആദ്യം, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പി ഓഫ് എ ആദ്യം എഴുതി. ഓക്കെ, ഇൻറ്റു ഇവിടെ എ ബൈ ഡി അല്ലേ കൊടുത്തിരിക്കുന്നത്, ഇവിടെ എന്താണ് എ ബൈ E1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, പി ഓഫ് ഡി ബൈ എ. ഓക്കെ, ക്ലിയർ. ഇനി ഇതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവന്റുകളുടെ പ്രോബബിലിറ്റിയുടെ സമ്മ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് ഡി ബൈ എ ഇൻറ്റു പി ഓഫ് എ. ഇതൊരു സെറ്റ് ആണ്. പ്ലസ് അടുത്ത എന്ത് വരും, പി ഓഫ് ഡി ബൈ ബി ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് ഡി ബൈ സി ഇൻറ്റു പി ഓഫ് സി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഓഫ് എ എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0. പി ഓഫ് എ എത്രയായിരുന്നു, 25 ഇൻറ്റു പി ഓഫ് ഡി ബൈ എ എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് 0.05. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി, വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ദെൻ പി ഓഫ് ഡി ബൈ എ എന്ന് പറയുന്നത് എത്രയാണ്, 0.5 ഇൻറ്റു പി ഓഫ് എ എന്ന് പറയുന്നത് അഗെയിൻ 0.25 പ്ലസ് പി ഓഫ് ഡി ബൈ ബി ഈസ് 0.04 ഇൻറ്റു പി ഓഫ് ബി ഈസ് 0.35 പ്ലസ് പി ഓഫ് ഡി ബൈ സി ഈസ് 0.02 ഇൻറ്റു പി ഓഫ് സി എന്ന് പറയുന്നത് എത്രയാണ്, 0.40. ഓക്കെ, ഇത് നമുക്ക് ടോട്ടൽ വരുന്നത് 80 ഇൻറ്റു 69 വരും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2000. ഓക്കെ, ഷോർട്ട് ആക്കി വരുമ്പോൾ 25/69 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. സോ ദ ആൻസർ ഈസ് 25/16. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഫസ്റ്റ് നമ്മൾ ആ ഓരോ ഇവന്റും കൺസിഡർ ചെയ്യുക. ആദ്യം ബുക്ക് സപ്ലൈ ചെയ്തിരുന്നു, ആ ബുക്ക് സപ്ലൈ ചെയ്തതിന്റെ പ്രോബബിലിറ്റി എടുക്കുക. ഓക്കെ, അതിനുശേഷം ആ സപ്ലൈ ചെയ്തതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. ദെൻ അതിന്റെ വാല്യൂസ് എഴുതുക. അതിനുശേഷം ബയസ് തിയറം അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, എ സപ്ലൈ ചെയ്യുന്നത് അതായത് ഡിഫക്റ്റീവ് ആണ്, ട്രൂ ആണ്. ഇവിടെ ഡിഫക്റ്റീവ് ആണെന്നുള്ളത് ട്രൂ ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഡിനോമിനേറ്ററിൽ വന്നത്, അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, പി ഓഫ് എ ബൈ ഡി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു, ഇത് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്ന വാല്യൂന്റെ ആണ് ബാക്കിയെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ടത്, തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഫൈനൽ ആൻസർ വരുന്നത് 25/16. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ വാല്യൂസ് അതായത് റോ ആയിട്ടാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും -1, ബിറ്റ്വീൻ -1 ആൻഡ് 1 ആയിരിക്കും വാല്യൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 to 1. നെക്സ്റ്റ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x is 2. Then the regression coefficient of x on y is, അതായത് നമുക്ക് റിഗ്രഷന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ BYX എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് x on y. x on y എന്ന് പറയുമ്പോൾ BXY വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് R², റിഗ്രഷൻ കോഎഫിഷ്യന്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു BYX ഇൻറ്റു BXY. ഓക്കെ, ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ലും കുറവാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്, BYX ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം BYX എന്ന് പറയുന്നത് 2 ഇൻറ്റു BXY ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വിച്ച് മീൻസ് ദാറ്റ് എന്താണ്, 2BXY ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1
Therefore, bxy less than or equal to 1/2. So, നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ലെസ് ദാൻ സിമ്പിൾ ആണ്. എന്തുണ്ട്? 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. സി, ഇതാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Next question, a circular queue of characters is implemented using a linear array whose first index is 1. The array currently contains the elements D, A, B, C starting from index 1. Here, dash denotes empty slot. If 2 elements are deleted and 3 are added, what are the new positions of rear and front? Okay. ക്വസ്റ്റ്യൻ നമ്മുടെ കേൾക്കുമ്പോൾ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ നിന്നാന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാം. ദാറ്റ് ഈസ് സർക്കുലർ ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സർക്കുലർ ക്യൂവിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? സി, അതൊരു ക്യൂ ആണ്. ഓക്കെ, സർക്കുലർ ആയിട്ടുള്ള ഒരു ലീനിയർ അറയെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? ഡി. എം ടി ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് ഡാഷ് എന്ന് അല്ലെങ്കിൽ ഹൈഫൻ കൊണ്ട് ഡിനോട്ട് ചെയ്ത് ഡാഷ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. ഡാഷ് ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എത്രയാണ്? ഡി എന്ന് പറയുന്ന 1, 2 ഡാഷ് ഉണ്ട്. 1, 2, 3, 4, 5, 6. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ്സ് ഉണ്ട് ഇതില്, അല്ലെ? അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. 1, 2, 3. ഓക്കെ, 1, 2. ഇതാണ് നമ്മുടെ സർക്കുലർ ക്യൂ. ഇതിന്റെ ബേസിക് സ്ട്രക്ചർ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. ദ അറേ കറന്റ്ലി കണ്ടെയ്ൻസ് ദ എലമെന്റ്സ്. അറേയിൽ ഇപ്പോൾ ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇൻഡെക്സ് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഡി കൊടുത്തു. പിന്നെ എന്താണ്? 2 ഡാഷ് ആണ്, വിച്ച് ഡിനോട്ട്സ് എംപ്റ്റി സ്ലോട്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 4th പൊസിഷനിൽ വരുന്ന ഏതാണ്? എ. 5th പൊസിഷനിൽ ബി വരുന്നു. 6th പൊസിഷനിൽ സി വരുന്നു. ഓക്കെ, then if 2 elements are deleted and 3 are added, what are the new positions of rear and front എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റിയറും ഫ്രണ്ടിന്റെയും ഇപ്പോഴത്തെ പൊസിഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഇവിടെ 2 ഡാഷ് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? എംപ്റ്റി സ്ലോട്ട് എന്നും പറഞ്ഞു. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് വാട്ട് ഈസ് ഫ്രണ്ട് ആൻഡ് റിയർ. ഓക്കെ, അതിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ മീൻ ചെയ്യുന്ന എന്താണ്? അത് പോയിന്റ് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഏത് എലമെന്റിനെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് എലമെന്റ് ആണോ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് അവിടെയാണ് അതിനെ പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടുത്തെ കേസ് വരുമ്പോൾ എന്താണ് നമുക്ക് കാണിക്കാം? അടുത്ത ഏത് എലമെന്റിനെയാണ് പോയിന്റ് ചെയ്യുന്നത്? എംപ്റ്റി സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ എന്തോ വാല്യൂ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ആയി പോയതാണ്, അല്ലെ? അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം ഫ്രണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് അടുത്തത് ഏതാണ്? എയിലാണ്, അതായത് 4th പൊസിഷനിലാണ് ഫ്രണ്ട് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഇത് അതിന്റെ സ്ട്രക്ചർ ആണ്. ആ അടുത്തത് ചെയ്യാനുള്ളത് വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയർ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? നമുക്കറിയാം റിയർ എന്ന് പറയുന്നത് എവിടെയാണോ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത്, എപ്പോഴും ഇൻസേർഷൻ നടക്കുന്നത് റിയർ എൻഡിലും ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ട് എൻഡിലും ആണല്ലോ. ഓക്കെ, അതാണ് ക്യൂവിന്റെ കൺസെപ്റ്റ്. ദെൻ അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ റിയർ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് വാല്യൂ ആണോ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത്. സി, നമുക്ക് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് എവിടെയാണ്? ഈ ഡിയുടെ അവിടെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ ഇവിടെയാണ് നമുക്ക് റിയർ വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണം. ഇഫ് 2 elements are deleted and 3 are added, അതായത് 2 elements ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആ 2 elements ഡിലീറ്റ് ചെയ്തതിന് ശേഷം 3 ആഡ് ചെയ്തു. എവിടുന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്? എവിടുന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെയാണ് ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ദെൻ 2 എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് എന്താണ്? 4ൽ നിന്ന് ഫ്രണ്ട് എവിടെ വന്നു? 6th പൊസിഷനിൽ വന്നു ഡിലീറ്റ് ചെയ്തതിന് ശേഷം. ദെൻ 3 ആർ ആഡഡ്. 3 ആർ ആഡഡ് എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ നടക്കുന്ന എവിടെയാണ്? റിയർ എൻഡിലാണ്. സോ റിയറിനെ നമ്മൾ എന്ത് ചെയ്യണം? 3 പൊസിഷൻസിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ദാറ്റ് ഈസ് 1ൽ നിന്ന് 2ൽ വന്നു, 2ൽ നിന്ന് 3ൽ വന്നു, 3ൽ നിന്ന് 4ൽ വന്നു. സോ റിയർ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? 4ലാണ് നിൽക്കുന്നത്, അല്ലെ? അപ്പം
റിയർ 4, ഫ്രണ്ട് എത്രയിലാണ്? 6. അപ്പൊ നമ്മുടെ ആൻസർ നോക്കിയേ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് ആൻസറാ? ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ലെങ്തി ആയിരിക്കും, പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിയർ എന്ന് പറയുന്നത് 4ലും ഫ്രണ്ട് എന്ന് പറയുന്നത് 6ലും ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഫോർ ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ എക്സ് എക്സ്പോണന്റ് y സ്ലാഷ് 5 സ്റ്റാർ z പ്ലസ് 10 ഈസ്. അതായത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഓപ്ഷനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, കാരണം എല്ലാം ഏകദേശം സിമിലർ ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നോ രണ്ടോ വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉള്ളൂ. ഇത് കണ്ടോ, എല്ലാത്തിന്റെയും ലാസ്റ്റ് പ്ലസ് ആ. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. സോ നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. സ്റ്റാക്കിലാണ് നമ്മൾ എപ്പോഴും ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സിന്റെ കൺവേർഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ എക്സ്പ്രഷൻ ഞാനൊന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് എക്സ്പോണന്റ് y സ്ലാഷ് ലെഫ്റ്റ് ബ്രാക്കറ്റ് 5 സ്റ്റാർ z പ്ലസ് 10. ഇതിന്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് എന്താണ് എക്സ്പ്രഷന്റെ ആദ്യം വരുന്നത്? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ഓക്കെ, നമ്മൾ അത് എന്ത് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ് ആദ്യം വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യാനായിട്ട് എടുക്കും, സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യത്തില്ല. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് എടുത്തു. ദെൻ അടുത്ത വേരിയബിൾ എന്താണ് വരുന്നത്? നമുക്കൊരു എക്സ്പൊണന്റ് ഓപ്പറേറ്റർ. അതൊരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാക്കിലോട്ട് അതിനെ പുഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഒരു വേരിയബിൾ ആണ്, y എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് അടുത്തത് വന്നത്. സോ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് എഴുതി. എക്സ് വൈ എന്നുള്ളത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കേസിൽ എന്താണ്? അടുത്ത ഓപ്പറേറ്റർ വന്നത് സ്ലാഷ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സ്ലാഷ് വരുന്ന കേസിൽ ഇവിടെ എന്ത് സംഭവിക്കും? എന്താണ്? പ്രസിഡൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്താണ്? അടുത്ത ഓപ്പറേറ്റർ ആണ് വരുന്നത്. സോ എന്ത് സംഭവിക്കും? എക്സ് വൈ എന്നുള്ളത് ഇവിടെ നിന്ന് അടുത്ത ഓപ്പറേറ്റർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓൾറെഡി ഉള്ള ഒരെണ്ണം സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്തിട്ട് എവിടെ എഴുതി വെക്കും? ആ പ്രിന്റ് ചെയ്യുന്നിടത്ത് അതിനെ എഴുതി വെക്കും. എന്നിട്ട് വേണം ഇവിടെ സ്ലാഷിനെ നമ്മൾ ബാക്ക് സ്ലാഷ് ആക്കി. സ്ലാഷ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് എന്തൊക്കെയുണ്ട്? എക്സ് വൈ എക്സ്പോണന്റ്. ഇനി അടുത്തത് വരുന്ന എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് പാരാന്തസിസ് ആണ് അടുത്ത വരുന്നത്. അതിനെ നമ്മൾ അതേപോലെ തന്നെ സ്റ്റാക്കിൽ എന്ത് ചെയ്തു? പുഷ് ചെയ്ത് വെച്ചു. ദെൻ അതിനുശേഷം വീണ്ടും വരുന്ന എന്താണ്? 5 എന്നാണ് വരുന്നത്. 5നെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പറേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ്? സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ് വരുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്താണ്? ഇവിടെ നോക്കുക, നമ്മൾ സ്റ്റാക്കിലുള്ള ബാക്കി ഓപ്പറേറ്റേഴ്സുമായിട്ട് കൺസിഡർ ചെയ്തു. അപ്പം സ്റ്റാർ വന്നതുകൊണ്ട് അവിടെ ലെഫ്റ്റ് പാരാന്തസിസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട. ജസ്റ്റ് എന്താന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇസഡ് എന്ന് പറയുന്നത് വരുന്നു. ഇസഡ് എന്നുള്ളതിനെ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു. അതിനുശേഷം എന്താണ് വരുന്നത്? റൈറ്റ് പാരാന്തസിസ് വന്നു. റൈറ്റ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് പാരാന്തസിസ് വരെയുള്ള ഓപ്പറേറ്റേഴ്സിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ലെഫ്റ്റ് പാരാന്തസിസ് എടുത്തു, 5നെ എടുത്ത് പ്രിന്റ് ചെയ്തു, സ്റ്റാറിനെ സ്റ്റാക്കിലോട്ട് വെച്ചു, ഇസഡിനെ പ്രിന്റ് ചെയ്തു. അതിനുശേഷം റൈറ്റ് പാരാന്തസിസ് വന്നപ്പോ എന്ത് സംഭവിച്ചു? സ്റ്റാക്കിന് റൈറ്റ് പാരാന്തസിസ് വന്നപ്പോ ലെഫ്റ്റ് വരെ ഉള്ളത് സ്റ്റാക്കിൽ നിന്ന് നമ്മൾ പോപ്പ് ചെയ്യണം. സോ അത് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം സ്റ്റാറിനെ പോപ്പ് ചെയ്യുന്നു. സ്റ്റാറിനെ പോപ്പ് ചെയ്യുമ്പോൾ അതെവിടെ പ്രിന്റ് ചെയ്ത് വെക്കണം? ഈ ഇത്രയും ആ ഒരു എക്സ്പ്രഷന്റെ കൂടെ അതിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? ലെഫ്റ്റ് ആണ്, ബ്രാക്കറ്റ് ആണ് അടുത്ത വരുന്നത്. അതിനെ നമ്മൾ പോപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ്? അടുത്ത വാല്യൂ കയറുക. അടുത്ത വാല്യൂ കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ റൈറ്റ് വരെ അല്ലേ? അതായത് റൈറ്റ് കയറി, റൈറ്റ് പാരാന്തസിസ് വന്നപ്പോ ലെഫ്റ്റ് വരെ ഉള്ളതിനെ നമ്മൾ പോപ്പ് ചെയ്തു. ഇപ്പൊ നമ്മുടെ സ്റ്റാക്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് റീഡ്രോ ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ്? സ്ലാഷ് മാത്രമേ ഉള്ളൂ ഇപ്പൊ സ്റ്റാക്കിനകത്ത്. ഓക്കെ,
അങ്ങനെ വരുന്ന കേസിൽ അടുത്ത ഇവിടെ കയറാൻ ആരാണ് വരുന്നത്? ഏത് ഓപ്പറേറ്ററാണ് വരുന്നത്? പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ് വരുന്നത്. സോ ഇത് രണ്ടും കൂടെ ഒരു കമ്പാരിസൺ നടക്കും. പ്ലസും സ്ലാഷും തമ്മിൽ ഒരു കമ്പാരിസൺ നടക്കും. പ്രസിഡൻസ് കൂടുതലുള്ളത് ഏതിനാണ്? ഡിവിഷൻ ഓപ്പറേറ്ററിനാണ് പ്രസിഡൻസ് കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? അതിനെ നമ്മൾ പോപ്പ് ചെയ്യും. അതിനെ നമ്മൾ പോപ്പ് ചെയ്ത് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്ലസിനെ നമ്മൾ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുള്ളൂ, സ്റ്റാക്കിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ്? 10 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ദെൻ ഫൈനലി സ്റ്റാക്ക് എന്നുള്ളതിനെ എം ടി ആക്കാൻ വേണ്ടിയിട്ട് പ്ലസിനെയും പോപ്പ് ചെയ്തു, അത് എക്സ്പ്രഷന്റെ കൂടെ എഴുതി. സോ ദിസ് ഈസ് ദ ഫൈനൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഓഫ് ദി ഗിവൺ ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ആദ്യം വരുന്ന വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾസിനെ അതുപോലെ തന്നെ എഴുതുക. അതിന് തൊട്ടടുത്ത് വരുന്ന എന്താണോ ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാക്കിലോട്ട് നമ്മൾ പുഷ് ചെയ്യുക. ദെൻ ചെക്ക് ചെയ്യുക, ഓൾറെഡി പ്രസിഡൻസ് ഇപ്പൊ വരാൻ പോകുന്ന ഓപ്പറേറ്റർ അതിനെക്കാട്ടിലും പ്രസിഡൻസ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററിനെ പോപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വെക്കുന്നതിന്റെ കൂടെ എഴുതിയതിനു ശേഷം ആ വരുന്ന ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ദെൻ ലെഫ്റ്റ് പാരാന്തസിസ് വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഓപ്പറേറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഓപ്പറേറ്റേഴ്സുമായിട്ട് അതിനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ എപ്പോഴാണോ റൈറ്റ് പാരാന്തസിസ് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് പാരാന്തസിസ് വരെയുള്ള സ്റ്റാക്കിലുള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പോപ്പ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ബാക്കിയുള്ള വാല്യൂസിനെ മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഓപ്പറേറ്റേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് പ്രസിഡൻസ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്തിട്ട് കറന്റ്ലി ഉള്ളതിനെ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഫൈനലി എല്ലാം ചെയ്തതിന് ശേഷം സ്റ്റാക്ക് 1 by 1 ആയിട്ട് എം ടി ആക്കുക. ഓക്കെ, സോ ഹിയർ എന്താണ് നമ്മുടെ എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്? XY എക്സ്പോണന്റ് 5Z സ്റ്റാർ സ്ലാഷ് 10 പ്ലസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? Next is the maximum degree of any vertex in a simple graph with n vertices is. അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഒരു ഗ്രാഫില് n vertices ഉണ്ട്. ഓക്കെ, n vertices ഉണ്ട്. ദാറ്റ് ഈസ് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ verticesനെയാണ് ഈ പറയുന്നത്. അങ്ങനെ n vertices ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആ ഒരു ലെവലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് സിംപ്ലി നമ്മൾ എപ്പോഴും ഒരു എക്സ്പ്രഷൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, n-1 ആണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given the hash function h of k is equal to k mod 3, what is the number of collisions to store the following sequence of keys 15, 11, 34, 10, 98, 51, 37, 14, 16, 47. ഓക്കെ, ഇത് നമ്മുടെ ക്രിപ്റ്റോഗ്രഫി ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് തന്നിരിക്കുന്ന ഹാഷ് ഫംഗ്ഷൻ എത്രയാണ്? h of k is equal to k mod 3 എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഒരു ടേബിൾ ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ ഓഫ് കൊളീഷൻസ്, ഓക്കെ, കൊളീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ വാല്യൂസിനും ഈ കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് h of 15 ആണ് ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത്. ദാറ്റ് ഈസ് h of 15 എന്ന് പറയുന്നത് 15 mod 3 ആണ്. ഓക്കെ, ഡിവൈസിബിൾ ആണല്ലോ. സോ റിമൈൻഡർ എന്ത് വരും? 0 വരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടേബിൾ അങ്ങ് വരയ്ക്കുകയാണ്. ഓക്കെ, കൺസിഡർ ദിസ് ആസ് എ ടേബിൾ. നമുക്ക് ഇവിടെ എത്രയാണ്? 3 mod 3 വരെയുള്ളതാണ് വരുന്നത്. സോ 0, 1, 2. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 0 വന്നു. ഓക്കെ, സോ ആ 0 വന്നെടുത്ത് ഞാൻ ഇതിനെ ഇൻസേർട്ട് ചെയ്യുവാണ്. 15. അത് മുകളിൽ നിന്ന് താഴെ എങ്ങനെ വേണേലും ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരച്ചാലും നമ്മൾ ആ എഴുതുന്ന കൊളീഷൻസ് ഇപ്പം 0, 1, 2 ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എഴുതിയപ്പോ ഇങ്ങനെ ആയി. ഓക്കെ, അല്ലേ വേണ്ട ഇങ്ങനെ എഴുതാം. 15 വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? 11. h of 11 which is 11 mod 3 കൺസിഡർ ചെയ്യുക. 11 mod 3 കൺസിഡർ ചെയ്യുമ്പോൾ എത്ര വരും? 2 വരും. സോ അത് നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ദേ 2ന്റെ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് 34 mod 3 which is equal to 1 അല്ലേ? റിമൈൻഡർ കൺസിഡർ ചെയ്താൽ മതി. 33 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന എത്ര വരും? 11 വരും. ബാലൻസ് 34 ആകുമ്പോൾ എത്ര വരും? ബാലൻസ് 1 വരും. ഓക്കെ,
ദെൻ ആ 34 നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്യും? 1ന്റെ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യും. അടുത്ത എത്രയാണ് വരുന്നത്? 10 മോഡ് 3. ഓക്കെ, എത്ര വരും? 1 വരും. അപ്പൊ അത് എങ്ങോട്ടാ വരുന്നത്? കൊളീഷൻ ഒക്കർ ചെയ്യും, 1ന്റെ സ്പേസിൽ വരും. ഓക്കെ, 34,10 എന്ന് പറഞ്ഞു വരും. അടുത്തത് 98 മോഡ്. 98 മോഡ് 3 is equal to എത്ര വരും? 2 വരും. ഓക്കെ, അപ്പൊ അത് എവിടെ ഇൻസേർട്ട് ചെയ്യും? 2ന്റെ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യും. വീണ്ടും 51 മോഡ് 3 is equal to എത്ര വരും? 0 വരും. ഫുള്ളി ഡിവൈസിബിൾ ആണ്. അപ്പൊ ആ സീറോയുടെ കേസിൽ 51നെ പ്ലേസ് ചെയ്യണം. വീണ്ടും 37 മോഡ് 3 is equal to 37 മോഡ് 3 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പം എവിടെ ഇൻസേർട്ട് ചെയ്യും? 1ന്റെ പൊസിഷനിൽ 36നെ ഇൻസേർട്ട് ചെയ്യും. ദെൻ അതിനുശേഷം 14 മോഡ് 3 is equal to എത്ര വരും? 2 വരും. ദെൻ എവിടെ ഇൻസേർട്ട് ചെയ്യും? 2ന്റെ പൊസിഷനിൽ. ദെൻ 16 മോഡ് 3. 16 മോഡ് 3 എത്ര വരും? 5 into 3 15. സോ 1 വരും. അപ്പം 16 എവിടെ ഇൻസേർട്ട് ചെയ്യും? 1ന്റെ പൊസിഷനിൽ. ദെൻ ലാസ്റ്റ് കീ എന്ന് പറയുന്നത് 47 ആണ്. 47 മോഡ് 3 is equal to എത്ര വരും? 2 വരും. സോ ഇവിടെ 47 വരും. അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് ടു സ്റ്റോർ ദ ഫോളോയിങ് സീക്വൻസ്? ഈ സീക്വൻസിലുള്ള കീസിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നമ്പർ ഓഫ് കൊളീഷൻസ് എത്രയാണ്? ഇനി കൊളീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്ലേസിൽ ഓൾറെഡി ഒരു കീ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിനാരിയോനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇപ്പൊ ഇതിനകത്ത് 15, 34, 11 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് സിംഗിൾ ആയിട്ട് വന്നതാണ്. ഓക്കെ, അതിനുശേഷം എത്ര എണ്ണം വന്നെന്ന് നോക്കിയേ? 96, 14, 47 മൂന്നെണ്ണം വന്നു. ഓക്കെ, ദെൻ പിന്നെ വന്ന ഏതാണ്? 10, 36, 13 വീണ്ടും മൂന്നെണ്ണം വന്നു. ദെൻ ഇവിടെ വീണ്ടും എത്ര വന്നു? 15 ഓൾറെഡി ഉണ്ടായിരുന്നാണ്, അതിന്റെ കൂടെ കൊളീഷൻ ആയിട്ട് 51 മാത്രമേ വന്നുള്ളൂ. സോ 1. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 + 3 + 3 which is equal to 7. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി. എന്ത് സിമ്പിൾ ആണെന്ന് നോക്കിയേ. ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. വളരെ നമുക്ക് ഇത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് വരും. ഇത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ജസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, മോഡ് എടുക്കുക, വാല്യൂസ് വരുന്ന ആ ഒരു സ്പോട്ടിലോട്ട് എന്ത് ചെയ്യണം? ഒരു ടേബിൾ ആയിട്ട് എഴുതിയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്ത് ആഡ് ചെയ്യുക. പിന്നെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്തെ കൊളീഷൻസ് വരുന്നത് ഇപ്പൊ ഇത് കണ്ടോ? ഒറ്റയടിക്ക് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യരുത്. ടോട്ടൽ നമ്പർ ഓഫ് കീസിനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. 4 + 4 എത്രയാണ്? 8 + 2 10 എന്നുള്ളത് അതെങ്ങാനും ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ 10 എന്ന് എഴുതി വെക്കരുത്. കൊളീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടിപ്പിക്കൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇവിടെ ഒരു വാക്കും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ലീനിയർ പ്രോബിംഗ്. ഓക്കെ, നമുക്ക് സെയിം പോലെ തന്നെ നമുക്ക് ചെയ്യാം. സിമ്പിൾ ആണ്. എന്താണ്? കീ മോഡ് 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ കീ എല്ലാം ഞാൻ ഒന്ന് എടുത്തെഴുതാം. 37, 38, 72, 48, 98 and 11. ഓക്കെ, ഇത്രയും 6 കീസ് ഉണ്ട്. ടേബിളിൽ ഇൻഡെക്സ് ചെയ്യുന്നത് ഇവിടെ ടേബിളിൽ ഇൻഡെക്സ് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 0 to 6. ഓക്കെ, സീറോ 1 2 3 4 5 6. ഇനി നമ്മളോട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നോക്കി വെച്ചാൽ മതി. മോഡ് കഴിഞ്ഞിട്ട് എത്രയാണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ടുള്ള വാല്യൂ കൂട്ടി വെച്ചാൽ മതി. ഇവിടെ 7 അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 to 6 വരെ വരുന്നു എന്നുള്ളത് മാത്രം ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്കെ, ദെൻ നമുക്കിനി കീസിനെ ഇൻസേർട്ട് ചെയ്യാം. ഹലോ, ഓക്കെ, 37നെ നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 37 മോഡ് 7 എന്നുള്ളതാ. ഓക്കെ, 37 മോഡ് 7 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 കിട്ടും. സോ നമുക്ക് എങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം? 2ന്റെ പൊസിഷനിലോട്ട് 37നെ ഇൻസേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈസ് 38. 38 മോഡ് 7 ഈസ് ഈക്വൽ ടു എത്ര വരും? 3 ആണ് വരുന്നത്. സോ 3യുടെ ആ ഒരു പൊസിഷനിലോട്ട് 38നെ ഇൻസേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈസ് 72. 72 മോഡ് 7 which is equal to എത്ര വരും? 2 വരും.
അവിടെയാണ് കൊളീഷൻസ് സംഭവിക്കുന്നത്. ഇവിടെ കൊളീഷൻസ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ കൊളീഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ, അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലീനിയർ പ്രോബിംഗ് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി, നമ്മൾ കൊളീഷൻ ആണ് ഇവിടെ നടക്കേണ്ടത്. അതായത് 72നെയും കൂടെ ഞാൻ ഒരു സെക്കൻഡ് പൊസിഷനിലായിരുന്നു എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ബട്ട് അവിടെ ഓൾറെഡി ഒരു വാല്യൂ, ഒരു കീനെ ഞാൻ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ലീനിയർ പ്രോബിംഗ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് 2 എന്നുള്ള പൊസിഷനിൽ നിന്ന് 3 എന്നുള്ള പൊസിഷനിലോട്ട് നമുക്ക് 72നെ ഇൻസേർട്ട് ചെയ്യാം. ബട്ട് വീണ്ടും നോക്കുവാണ്, അവിടെയും കൊളീഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ലീനിയർ പ്രോബിംഗ് ആണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് 3യുടെ ലൊക്കേഷനിലോട്ട് നമുക്ക് 72നെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. 3യിൽ നിന്ന് ഒരു ലൊക്കേഷനും കൂടെ, അതിന്റെ തൊട്ടടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്ന 4th ലൊക്കേഷനാണ്. അവിടെയാണ് നമ്മൾ 72നെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു കാര്യം മാത്രം ലീനിയർ പ്രോബിംഗ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ ഏതാണ്? 48. 72 ചെയ്തു, അടുത്ത് 48 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? ലാസ്റ്റ് കീയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. 48 മോഡ് 7 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് വരുന്നത്. സോ ആ 6ൽ എന്ത് ചെയ്തു? 48 ഇൻസേർട്ട് ചെയ്തു, പ്രശ്നമില്ല. ദെൻ 98 മോഡ് 7. 98നെ മോഡ് 7 ചെയ്യുമ്പോൾ ഓക്കെ 0 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 98 ഇവിടെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 11 മോഡ് 7. നമുക്കറിയാം എത്രയാണ് വാല്യൂ വരുന്നത്? 4. ഓക്കെ, സോ ഓൾറെഡി 4ന്റെ അവിടെ എത്രയുണ്ട്? 72 ഉണ്ട്. ഇവിടെ നമ്മൾ 11 ഇൻസേർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊളീഷൻ സംഭവിക്കും. സോ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് 11 എഴുതി. ദാറ്റ് ഈസ് ദ പൊസിഷൻ എത്രയാണ്? 5. സോ സിംപ്ലി ദ ആൻസർ ഈസ് 5. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, so the option is B, 5. Next question. What is the maximum height of any avial tree with 7 nodes? Assume that the height of a tree with a single node is 0. ഏവിയൽ ട്രീ നമുക്കറിയാം ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രീ. അതായത് ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും കൂടെ നമ്മൾ ബാലൻസ് ചെയ്താണ് അതിനെ എഴുതുന്നത്. ഓക്കെ, എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ട്? 7 നോട്ട്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ട്രീ ഡ്രോ ചെയ്ത് നോക്കാം. Then 7 നോട്ട്സ് ഉണ്ട്. ഇപ്പൊ 7 നോട്ട്സ് ആയല്ലോ. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എത്രയാണ്? മാക്സിമം ഹൈറ്റ് എന്നാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ എഡ്ജസിന്റെ ഇതാണ് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ ഒരു പോസിബിലിറ്റി ഇതിനുണ്ടോ? ഇപ്പൊ 7 നോട്ട്സ് ഉള്ളതാണ് ഞാൻ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ട്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഏവിയൽ ട്രീ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ലെഫ്റ്റും റൈറ്റും സബ് ട്രീ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് വേറൊരു പോസിബിലിറ്റിയും കൂടെ വരുമല്ലോ. ദാറ്റ് ഈസ് ഇവിടെ 2 എണ്ണം വന്നു, ദെൻ ഇവിടെയും 2 എണ്ണം വന്നു. ഓക്കെ, ലെഫ്റ്റും റൈറ്റും കൂടെ ബാലൻസ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഞാനൊരു ലെഫ്റ്റ് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റൈറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നേരെ തിരിച്ചും കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ലെഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ്, അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് വേണം കൊടുക്കാൻ. അഗെയിൻ ഇത് എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6 7 അല്ലെ? 7 നോട്ട്സ് ഉണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 7 നോട്ട്സ് ഉള്ള ഒരു ഏവിയൽ ട്രീ, അതിനും വരാൻ സാധിക്കുന്ന ഒരു മാക്സിമം ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സിംഗിൾ നോഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരും? 1 2 3. അപ്പം ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഏവിയൽ ട്രീയുടെ കൺസെപ്റ്റ് എല്ലാം കൂടെ ആലോചിച്ച് ഒന്നും ചെയ്യണം. ജസ്റ്റ് അതിനെ ഒന്ന് അലൈൻ ചെയ്ത് മാക്സിമം ഹൈറ്റ് പോസിബിൾ ആക്കാൻ ഇത് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീവേഡ് ഇൻ സി ലാംഗ്വേജ്? ഇനി എല്ലാം കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സി ലാംഗ്വേജിൽ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു കീവേഡ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതില് ഓട്ടോ എന്നുള്ള ഒരു കീവേഡ് ഉണ്ട്, ലോങ് ഉണ്ട്, അതുപോലെ സൈസ് ഓഫ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്യാത്ത കീവേഡ് എന്ന് ചോദിച്ചിരിക്കുമ്പോൾ സ്ട്രിങ് ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സി പ്രോഗ്രാം ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സി, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി പ്രോഗ്രാം? ജസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് stdio
dot h into main I equal to 0 for I equal to 0, I less than 20, I plus plus. അപ്പൊ ഞാൻ ജസ്റ്റ് ഐയുടെ വാല്യൂ ഇവിടെ എഴുതി I equal to 0. അങ്ങനെ വരുമ്പോ ആ ഫോർ ലൂപ്പിനകത്ത് കയറിയിട്ട് ഐയുടെ വാല്യൂ എത്രയാണ്? I less than 20 വരെയുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. സ്വിച്ചിനകത്ത് എത്രയാണ്? ഐയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. സ്വിച്ചിനകത്ത് നമുക്കറിയാം ഇന്റിജർ വാല്യൂ ആയിട്ട് 0 ആണ് കയറി. ഓക്കെ, ദെൻ ആ സ്വിച്ച് കേസ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. There is no break statements between the cases. ഓക്കെ, ഇവിടെ സ്വിച്ചിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? കേസിനെല്ലാം തന്നെ ബ്രേക്ക് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസസിന് ബ്രേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള കേസ് കൂടി നമ്മൾ റൺ ചെയ്യും. അതാണ് സി പ്രോഗ്രാമിന്റെ വർക്കിംഗ്. ഓക്കെ, ആ ഒരു കേസ് വേണം ഈ ഒരു പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് നമ്മൾ എഴുതാൻ നേരത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 0 ആണ് വാല്യൂ വന്നിരിക്കുന്നത്. സോ കേസ് 0 നമ്മൾ കയറി. ഐയുടെ വാല്യൂ എത്രയായി? 5 ആയിട്ട് ഇൻക്രിമെന്റ് ആയി. 0 എന്നുള്ളത് എത്രയായി? 5 ആയി. ദെൻ അടുത്ത കേസിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ആ 5ന്റെ, അതായത് തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബ്രേക്ക് ഇല്ലല്ലോ. ഒരു കണ്ടിന്യൂസ് ഒരു സീക്വൻസ് ആയിട്ട് ബ്രേക്ക് വരെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ 5ന്റെ 5 ആണ് അപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ആ കേസിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് എത്രയാണ്? 2 ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ 5 ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ 7 വരും. ദെൻ കേസ് 5 അടുത്ത സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോ 5 ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 7 ആണ് ഐയുടെ വാല്യൂ എന്നുള്ളത്. ആ 7 എന്ത് സംഭവിക്കും? 5ഉം കൂടെ വരുമ്പോഴത്തേക്കും എത്രയാണ്? 12 വരും. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നു, ഡിഫോൾട്ടിലോട്ട് വരുന്നു. ഡിഫോൾട്ടിലോട്ട് വരുമ്പോ എന്ത് സംഭവിക്കും? ഈ 12 എന്നുള്ള വാല്യൂ 4ഉം കൂടെ കൂടിയിട്ട് അവിടെ എന്ത് സംഭവിക്കും? 16 ആയി ബ്രേക്ക് ആയി. ദെൻ അതിനുശേഷം ഈ ഒരു സ്വിച്ച് കേസിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഇപ്പൊ ഐയുടെ വാല്യൂ എത്രയാണോ, ഇപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ്? 16. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുവാണ് ലൂപ്പിനകത്തോട്ട്. ഇഫ് ഐയുടെ വാല്യൂ എത്രയാണ്? 16 വിച്ച് ഈസ് ലെസ് ദാൻ 20. ഇത് ട്രൂ ആണല്ലോ. ട്രൂ ആകുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ പ്ലസ് പ്ലസ് എന്ത് സംഭവിക്കുന്നു? 17 ആയി. 16 എന്നുള്ള വാല്യൂ 17 ആയി. സോ സ്വിച്ച് കേസിനകത്തോട്ട് നമ്മൾ കയറുവാണ്. ഇവിടെ സ്വിച്ച് ഓഫ് 17 ആണ് വാല്യൂ കയറുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഇവിടെ 17 എന്നുള്ള ഒരു കേസ് ഉണ്ടോ നമുക്ക് ആദ്യം കയറാനായിട്ട്? ഇല്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫോൾട്ട് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കും? 17ന്റെ കൂടെ ആ ഐയുടെ വാല്യൂ എന്നുള്ളത് 4ഉം കൂടെ അതിന്റെ കൂടെ കൂടിയിട്ട് എത്ര വരും? 17 പ്ലസ് 4 എന്നുള്ളത് വന്നിട്ട് 21 ആകും. ഇവിടെ എന്ത് സംഭവിക്കും? 21 എന്നുള്ള വാല്യൂ വരുന്നു. ദെൻ ഈ സ്വിച്ച് കേസിനകത്തുനിന്ന് പുറത്ത് വരുന്ന കേസിൽ ആ ഐയുടെ വാല്യൂ എത്ര ആണെന്നുള്ളത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് വെക്കുന്നു. 16, 21. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 16, 21. ഇത്രയേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷൻ? അതായത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷനകത്തുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് വായിക്കാം. Only int can be used in switch controlling expression. Only int and char can be used in switch controlling expression. Only int, char and float can be used in switch controlling expression. Option D, switch controlling expression can be empty also. നമുക്കറിയാം സ്വിച്ചിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് ഇന്റിജർ പാസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വവൽസ് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു കേസിൽ നമുക്കറിയാം എന്താണ്? char പാസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Only int and char can be used in switch controlling expression. Okay. Next question. What is the meaning of following declaration in C language? C languageൽ ഈ തന്നിരിക്കുന്ന ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതില് ഇതാണ് ഇന്റിജർ സ്റ്റാർ പി ഓഫ് 5 സെമിക്കോളൻ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഇതിന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്റിജർ സ്റ്റാർ പി ഓഫ് 5 എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഓഫ് പോയിന്റേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്താണ്?
ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർ പി എന്ന് പറഞ്ഞ അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. അതിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് പി ഈസ് ആൻ അറേ ഓഫ് 5 പോയിന്റേഴ്സ് ടു ഇൻഡിജേഴ്സ്. ഇൻഡിജറിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ആ അറേയിൽ 5 പോയിന്റേഴ്സ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് പി ഈസ് ആൻ അറേ ഓഫ് 5 പോയിന്റേഴ്സ് ടു ഇൻഡിജേഴ്സ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ചെക്ക് ചെയ്യുക. അറേ ഓഫ് 5 ഇൻഡിജേഴ്സ് അല്ല, 5 പോയിന്റേഴ്സ് ആണ്. 5 പോയിന്റേഴ്സ് ടു integers ആണ് right answer. Next question, which of the following initializations of 2D arrays is correct? Okay, so ഇതിന്റെ ഓപ്ഷൻ നോക്കുക. ഏതൊക്കെയാണ്? int array 2 of 4 is equal to 1 2 3 4 5 6 7 8 7 8 വരെയാണ് വന്നിരിക്കുന്നത്. ദെൻ അതിനുശേഷം വീണ്ടും അതിന്റെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നു. ഇൻ അറേ 1 ഇൻ അറേ ഓഫ് 4, അതായത് അതിന്റെ ഡിക്ലറേഷൻ മാത്രമാണെന്നുള്ളതാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ അതിന്റെ തേർഡ് ഓപ്ഷൻ നോക്കുക. എന്താണ് തേർഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത്? ഇൻ അറേ ഓഫ് 2 ഓഫ് അഗെയിൻ ബ്ലാങ്ക് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പം സെയിം എലമെന്റ്സ് തന്നെ അതിനകത്ത് പാസ് ചെയ്യുന്നു. ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ല ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഇൻ അറേ 2 ബ്ലാങ്ക് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സെയിം എലമെന്റ്സ് തന്നെ പാസ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന കേസിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി പ്രോഗ്രാം? അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു സി പ്രോഗ്രാം ആണ് തന്നിരിക്കുന്നത്. അതിൽ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഡിഫൈൻ സ്ക്വയർ ഓഫ് എക്സ് എക്സ് സ്റ്റാർ എക്സ്. അതായത് ഇവിടെ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഫംഗ്ഷനിൽ ജസ്റ്റ് ഹാഷ് ഡിഫൈനിൽ കൊടുത്തിരിക്കുവാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആ എക്സ് ഈ ഒരു ടേം എവിടെയാണോ നമ്മുടെ നമ്മൾ മാക്രോസിനെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കത്തില്ലേ? എവിടെ? ഇപ്പൊ പൈ ഒക്കെ നമ്മൾ അങ്ങനെ പൈയുടെ വാല്യൂ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെല്ലാം പൈ വരുന്നുണ്ടോ അവിടെയെല്ലാം ആ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും വന്നാല് എക്സ് സ്റ്റാർ എക്സ് എന്നുള്ളതായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം നോക്കാം. മെയിൻ ഫംഗ്ഷനകത്ത് എക്സിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 36 ബൈ സ്ക്വയർ ഓഫ് എക്സ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 36 ബാർ സ്ക്വയർ ഓഫ് എക്സിന് പകരമാണ് ഇവിടെ 6 വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയായിട്ട് എഴുതും? 36 ബൈ ഇതിനെ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? 6 സ്റ്റാർ 6. ഓക്കെ, ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ വേറൊരു തെറ്റായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതി ഞാനൊന്ന് പറഞ്ഞുതരാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയോ? ലെഫ്റ്റ് ടു റൈറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ 36 ബൈ 6നെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും സ്റ്റാർ 6 ചെയ്യുന്നത്. ദാറ്റ് ഈസ് 36 ബൈ 6 എത്രയാണ്? 6. 6 സ്റ്റാർ 6 ആയിരിക്കും പിന്നെ വരുന്നത്. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 36. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 36 വരും. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 36 ബൈ 6 സ്റ്റാർ 6 ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? 36 ബൈ 36 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇത് തെറ്റാണ്. ഇത് ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓപ്ഷനിൽ 1 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കേസിൽ സി പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ നമ്മൾ എന്താണോ അതിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ റീപ്ലേസ് ആവുകയും ഓപ്പറേറ്റർ പ്രസിഡൻസ് വെച്ചിട്ട് എന്ത് സംഭവിക്കും? ഇതിനെ എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. അപ്പൊ 36 ബൈ 6 എന്നുള്ളതായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 36. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിജിറ്റൽ ലോജിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ ഇൻ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ബൂലിയൻ ഫംഗ്ഷൻ എഫ് ഓഫ് പി ക്യു ആർ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ. അതായത് മിൻ ടേംസ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 0 2 5 7 8 10 13 15 where the min terms 2 7 8 and 13 are don't care terms. Okay,
നമുക്കറിയാം ഡോൺ കെയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്. മിൻ ടേംസ് ആയതുകൊണ്ട് തന്നെ 1 ആണ് നമ്മുടെ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, കെ മാപ്പിനകത്ത്. നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. 4 വേരിയബിൾസ് ആണ്. ഏതൊക്കെയാണ് ആദ്യം വരുന്നത്? പി, ക്യൂ, ഇവിടെ ആർ, എസ്. വാല്യൂസ് കൊടുക്കാം. 0 0, ഇത് രണ്ടെണ്ണം കൂടെ വേണമല്ലോ അല്ലെ. 0 1 1 1 1 0 0 0 0 1 1 1 1 0. ഓക്കെ, ഇവിടെ വാല്യൂസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0 2. അതിനു മുമ്പ് നമുക്ക് ഡോൺ കെയർ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ദാറ്റ് ഈസ് ഡോൺ കെയറിൽ എവിടെയൊക്കെയാണ്? 2 7 8 13ലാണ്. 0 1 0 വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ദിസ് ഇസ് 2 ആൻഡ് 7 എന്ന് പറയുന്നത് എന്താണ്? 0 1 1 ആൻഡ് ദിസ് ഇസ് ഈ പൊസിഷൻ. പിന്നെ 8 എന്ന് പറയുന്നത് എന്താണ്? 0 1 0 0. 1 1 0. നെക്സ്റ്റ് എത്രയാണ്? 13 ആണ് വരുന്നത്. 13 1 0 1 0. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. അടുത്തതൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് നമുക്ക് വരുന്നത്? 1 എന്നുള്ള ടേം എഴുതുക. എവിടെയൊക്കെയാ വരുന്നത്? 0യിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ 1 വരും. പിന്നെ ഇവിടെ വരുന്നത് 2 ഓൾറെഡി ഡോൺ കെയർ ആണ്. ദെൻ 5 എന്നുള്ള പൊസിഷനിൽ വരും. ഇവിടെയാണ് 1 വരുന്നത്. അടുത്തത് 7 ഡോൺ കെയർ ആയിരുന്നു. 8 ഡോൺ കെയർ ആയിരുന്നു. ദെൻ 10 ആണ് വരുന്നത്. 10 10 ഇവിടെയാണ് 1 വരുന്നത്. അടുത്തത് 13 എന്നുള്ള വാല്യൂ വരുന്നു. 13 15. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കെ മാപ്പിൽ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ വാല്യൂസ് നോക്കാം. ഏതൊക്കെയാണ്? അപ്പം ഇതിൽ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പിംഗ് പോസിബിൾ ആണോ നോക്കി. ഓക്കെ, ലാർജസ്റ്റ് ഗ്രൂപ്പിംഗ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഈ ഒരു വലിയ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഏതൊക്കെയാന്ന് നോക്കി. 0 1 1 1, ദാറ്റ് ഈസ് ക്യൂ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിലത്തെ ടേം നോക്കി. അതിൽ 0 1 ഉം 1 1 ഉം ആണ് വരുന്നത്. ദാറ്റ് ഈസ് എസ് ഉണ്ട് അല്ലേ. 6 എടുക്കാൻ പറ്റില്ല, കാരണം 6 ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സിംഗിൾ ആയിട്ടുള്ളതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ ഈ ഒരു ഫസ്റ്റ് റോ നോക്കുമ്പോൾ എന്ത് വരും? 0 0യും ഇവിടെ 0 0യും 1 0യും ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വാല്യൂ ആണ് വരേണ്ടത്? ഇത് രണ്ടും കൺസിഡർ ചെയ്യുക. അതായത് 0 0 1 0 വരുന്നുണ്ട്. അവിടെ കോമൺ ആയിട്ട് ഏതാണ് ഉള്ളത്? ക്യൂ ബാർ ആണുള്ളത് അല്ലേ. ഓക്കെ, ഇനി ഈ രണ്ട് കേസും വരുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 1 0 ആണുള്ളത്. 0 0 1 0. അപ്പൊ അവിടെ എന്ത് വരും? സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ് വരുന്നത്? എസ് ബാർ വരും. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്യൂ എസ് പ്ലസ് ക്യൂ ബാർ എസ് ബാർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്യൂ ബാർ എസ് ബാർ പ്ലസ് ക്യൂ എസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വരയ്ക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ കോഡ് വേർഡ് 111 0 0 0 1 0 1 0 to be transmitted with an even parity check bit. The encoded word to be transmitted for this code is. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്രയേ ഉള്ളൂ? നമുക്കൊരു കോഡ് വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ കോഡ് വേർഡിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ പാരിറ്റി ചെക്ക് ബിറ്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ കോഡ് വേർഡിന് എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളത്. ഞാൻ ആ കോഡ് വേർഡ് ഇങ്ങോട്ട് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 1 1 0 0 0 1 0 1 0. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ ഓഫ് പാരിറ്റി നമുക്കറിയാം. ഒന്ന് ചെക്ക് ചെയ്യുക. ഈവൻ പാരിറ്റി ആണ് നമുക്ക് വേണ്ടത്. പാരിറ്റി നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 1 2 3 4 5. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പാരിറ്റി എന്ന് പറയുന്നത് 5 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈവൻ പാരിറ്റി ആണ് വേണ്ടത് അല്ലെ. അപ്പൊ 5നെ ഈവൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 ആക്കണം അത് അല്ലെ.
അപ്പൊ 6 1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തീരും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1 ഈ ഒരു ലാസ്റ്റിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ കോഡ് വേർഡ് ഇതാണ് 1 1 1 0 0 0, ഒരു ചേഞ്ചും ഇല്ല, 1 0 1 0 1. ഇത് കണ്ടോ, നമ്മുടെ കൊടുത്തിരിക്കുന്നതിന്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു. 1 1 1 0 0 0 1 0 1 0 1. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ടു ഡിസൈൻ എ ഡെക്കേഡ് കൗണ്ടർ ഈസ്. അതായത് ഒരു ഡെക്കേഡ് കൗണ്ടർ, അഗെയിൻ ഡിജിറ്റൽ ലോജിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 9 വരെ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. അതുപോലെ അതിന്റെ റേഞ്ച്. ഓക്കെ, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് 1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് എത്ര വരും? 0 to 2 raised to 1 minus 1. അതായത് 0 to 2 raised to n minus 1 ആണ് നമ്മുടെ റേഞ്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും വരുന്നത്? 0 to 1 വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട്. ഇനി 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 0 to 2 raised to 2 minus 1, that is 0 to 3 വരെ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 എണ്ണം വന്നു കഴിഞ്ഞാൽ 0 to 2 cube minus 1, that is 0 to 7 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട എത്രയാണ്? 10 ആണ്, ഡെക്കേഡ് കൗണ്ടർ. സോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വന്നു കഴിയുമ്പോൾ 0 to 2 raised to 4 minus 1, which is 0 to എത്ര വരെ വരും? 15 വരെ വരും. നമുക്ക് 10 ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇതിനകത്ത്. അപ്പൊ എന്ത് വരും? 4 നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്കൊരു ഡെക്കേഡ് കൗണ്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇത് ഡയറക്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഡിസിപ്പേഷൻ ഈസ് മിനിമം. ജനറലി എല്ലായിടത്തും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് നോട്ട് ചെയ്യുക. ഓപ്ഷൻ സി, CMOS ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അഗെയിൻ, which addressing mode is used in the given 8086 മൈക്രോ പ്രോസസറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 8086 ഇൻസ്ട്രക്ഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇതാണ്, move AX, 123 4H എന്നുള്ളതാണ് വാല്യൂ തന്നിരിക്കുന്നത്. സോ ഇത് ഏത് അഡ്രസ്സിംഗ് മോഡിലാണെന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ഇതൊരു അഡ്രസ് വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് ആ അഡ്രസ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഏത് അഡ്രസ്സിംഗ് മോഡാണ്? സിംപ്ലി പറയാം, ഓപ്ഷൻ ഡി, which is direct addressing mode. Okay. Next question, how many 16-bit segment registers does 80? Again ഒരു മൈക്രോപ്രോസസർ ക്വസ്റ്റ്യൻ ആണ്. 8086 എത്ര 16-bit സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്? എത്ര 16-bit രജിസ്റ്റേഴ്സ് എന്നല്ല, എത്ര സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എത്ര സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. കോഡ് സെഗ്മെന്റ് ഉണ്ട്, ഡേറ്റ സെഗ്മെന്റ് ഉണ്ട്, എക്സ്ട്രാ സെഗ്മെന്റ് ഉണ്ട്, stack segment ഉണ്ട്. So there are 4 segment registers in 8086. So option A ആണ് right answer. 4 ആണ് right answer. Next, Belady's anomaly occurs in which algorithm? അതായത് Belady's anomaly എന്ന് പറയുന്നത് ഏത് അൽഗോരിതത്തിലാണ് occur ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം OS-ല് പേജസ് ആൻഡ് പേജ് ടേബിൾസ് അല്ലെ, അതുപോലെ ആ ഒരു അൽഗോരിതംസ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്രെയിം നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ട് കുറയണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ഒരു റൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഫ്രെയിംസ് കൂടുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ട് കുറഞ്ഞിരിക്കണം. പക്ഷേ ഈ ബെലഡീസ് അനോമലി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് ഫ്രെയിംസിന്റെ നമ്പേഴ്സ്, അതായത് നമ്പർ ഓഫ് ഫ്രെയിംസ് കൂടുന്ന അനുസരിച്ച് പേജ് ഫോൾട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, പേജ് ഫോൾട്ടും ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ പറയുന്നത് ബെലഡീസ് അനോമലി എന്നുള്ളത്. അത് യൂഷ്വലി ഒക്കർ ചെയ്യുന്നത് FIFO അൽഗോരിതത്തിലാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് യൂസ്ഡ് ഇൻ, അതായത് ബാങ്കേഴ്സ് അൽഗോരിതം നമുക്കറിയാം, കേൾക്കുമ്പോഴേ അറിയാം, ഡെഡ് ലോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, ബാങ്കേഴ്സ് അൽഗോരിതം. Next question, a counting semaphore is initialized to 4, then 8 wait and 3 signal operations are performed on the semaphore. The final value of the semaphore is, അതായത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കൗണ്ടിങ് സെമാഫോർ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ബൈനറി സെമാഫോർ ഉണ്ട്, അങ്ങനെയെല്ലാം നമുക്കറിയാം. ഇനി ഒരു കൗണ്ടിങ് സെമാഫോർ ആണ്. സപ്പോസ് എസ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആ എസിനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന 4 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 പി ഓപ്പറേഷൻസ് വരുന്നു, 3 വി ഓപ്പറേഷൻസ് വരുന്നു. ഇതിനകത്ത് പി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം. വി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി വേറൊരു നൊട്ടേഷൻ കൂടെ ഓർത്തിരിക്കുക. വെയിറ്റ് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യുകയും എന്താണ് ഇതുപോലെ സിഗ്നൽ ഓപ്പറേഷൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയാണ് ജനറലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എത്രയാണ്? എസ് ഈസ് ഈക്വൽ ടു 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 4ൽ നിന്ന് എന്താണ്? 4 മൈനസ് എത്ര ഓപ്പറേഷൻ ആണ്? എത്ര വെയിറ്റ് ഓപ്പറേഷൻ ആണ്? 8 വെയിറ്റ് ഓപ്പറേഷൻ പ്ലസ് 3 ചെയ്യുമ്പോൾ, അതായത് 3 സിഗ്നൽ ഓപ്പറേഷൻസ്, സിഗ്നൽ ഓപ്പറേഷൻസിനെ ആഡ് ചെയ്യണം. സോ ഇങ്ങനെ വരുന്ന കേസിൽ 4 മൈനസ് 8 വിച്ച് ഈസ് മൈനസ് 4 പ്ലസ് 3 ഈസ് ഈക്വൽ ടു എത്ര വരും ആൻസർ? -1. സിംപ്ലി നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, -1. Next question, a system supports a virtual address space of 4096 pages, each with 512 bytes. ഇങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇതാണ് വിർച്വൽ അഡ്രസ് സ്പേസ്, PAS. ഓക്കെ, ഇഫ് ദ മെയിൻ മെമ്മറി ഹാസ് 124 ഫ്രെയിംസ് അല്ല, പ്ലെയിൻസ് അല്ല, ഫ്രെയിംസ് ആണ്. ഓക്കെ, 1024 frames, the number of bits in physical address is. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് വിർച്വൽ അഡ്രസ് സ്പേസിലുള്ളതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4096 എന്ന് പറയുന്നത് 2⁻14 ആയിട്ട് വരും. 512 എന്ന് പറയുന്നത് 2⁻9 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇത് എത്രയാണ്? 2⁻23 ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിസിക്കൽ അഡ്രസ് സ്പേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഫിസിക്കൽ അഡ്രസ് സ്പേസിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി. 1024 by 512 എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ നമുക്കറിയാം 2⁻10 ആയിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ 512 എന്ന് പറയുന്നതിനെ 2⁻9 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് ഇസ് 2⁻19 ആൻഡ് 19 ബിറ്റ്സ് വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 10 ആയിട്ടും 9 ആയിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ടോട്ടൽ 19 ബിറ്റ്സ് വരും. സോ അതിന്റെ ആൻസർ ഫിസിക്കൽ അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 19 ബിറ്റ്സ് ആണ് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ, അതായത് 1024 ഫ്രെയിംസ് ഉള്ള 512 ബൈറ്റ്സ് ഉള്ള ഒരു അഡ്രസ് സ്പേസിൽ നമുക്ക് എടുക്കുന്നത്. ഓക്കെ, ഈസിയാണ്, വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത്. ഇനി വിർച്വൽ അഡ്രസ് സ്പേസിൽ എത്ര ബിറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ 2⁻23 ആണ്. സോ 23 ബിറ്റ്സ് ആണ് വിർച്വൽ അഡ്രസ് സ്പേസിന് എടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. Next question, the method for updating the main memory as soon as a word is removed from the cache is called. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതായത് മെയിൻ മെമ്മറിയിൽ ഇപ്പം നമ്മുടെ ക്യാഷയുണ്ട്, ക്യാഷയിൽ നിന്ന് ഒരു വേർഡ് റിമൂവ് ചെയ്താൽ അന്നേരം തന്നെ നമ്മൾ മെയിൻ മെമ്മറിയിൽ ആ ഒരു ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. ആ അപ്ഡേറ്റ് ചെയ്യുന്ന സിനാരിയോയിൽ പറയുന്ന മെത്തേഡിനെ എന്താണ് വിളിക്കുന്നത്? അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? റൈറ്റ് ബാക്കും റൈറ്റ് ത്രൂവും തമ്മിലാണ്. ഓക്കെ, ബാക്കിയൊന്നും അത്ര ഇതായിട്ട് വരുന്നില്ല. ഇവിടെ റൈറ്റ് ബാക്കും റൈറ്റ് ത്രൂവും തമ്മിലാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ദാറ്റ് ഈസ് ക്യാഷയിൽ അപ്ഡേഷൻ നടന്നു, അതായത് നമ്മൾ ക്യാഷയിൽ നിന്ന് ഡേറ്റ റിമൂവ് ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ബാക്ക്. ഇനി റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷയിൽ നമ്മൾ
എന്താണ് എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ എന്താണ് മെയിൻ മെമ്മറിയിലും ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കാഷെയിൽ റിമൂവ് ചെയ്തേനെ മെയിൻ മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ കാഷെയിൽ എന്ത് അപ്ഡേറ്റ് ചെയ്താലും മെയിൻ മെമ്മറിയിൽ ചെയ്തതിനെയാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, കാഷെയിൽ റിമൂവ് ചെയ്ത ഉടനെ മെയിൻ മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ റൈറ്റ് ബാക്ക് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഇഫ് ദ ഡിസ്ക് ഹെഡ് ഈസ് ലൊക്കേറ്റഡ് ഇനിഷ്യലി അറ്റ് 32, find the number of disk moves required with FCFS if the disk queue of IO block requests are 98, 37, 14, 124, 65 and 72. അതായത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ തന്നെ എഴുതാം. ഇതായത് ഞാൻ ആ നമ്പേഴ്സ് ഒന്ന് എഴുതട്ടെ. 98, 37, 14, 124, 65, 72. ഓക്കെ, ഇതിനകത്ത് 32 എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 32-ൽ നിന്നാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം 32 എഴുതണം. ഓക്കെ, 32-ൽ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, 32-ൽ നിന്ന് വരച്ചു നോക്കിയാൽ മതി 98. ഓക്കെ, 98-ൽ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, 98-ൽ നിന്നും 37 അടുത്ത ഈ ഒരു ലൊക്കേഷൻ ഇത് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ദാറ്റ് ഈസ് 32-ൽ നിന്ന് 98 വന്നു, 98-ൽ നിന്ന് എങ്ങോട്ട് പോയി, 37-ലോട്ട് പോയി. ദെൻ 37-ൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, 14-ലോട്ട് പോകുന്നു. ഓക്കെ, പിന്നെ 14-ൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, 14-ൽ നിന്ന് 124. ദെൻ 124-ൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, 65, പിന്നെ 65-ൽ നിന്ന് 72-ലോട്ട്. ഇത്രയാണ് നമ്മുടെ ആ ഒരു ബ്ലോക്ക് റിക്വസ്റ്റുകൾ പോകുന്നത്. ഓക്കെ, ഇതിനി നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. ദാറ്റ് ഈസ് സബ്ട്രാക്ട് ചെയ്ത് ഈ ഓരോന്നിന്റെ ഒന്ന് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 98 മൈനസ് 32 വിച്ച് ഈസ് 66. അതുപോലെ തന്നെ 98 മൈനസ് 37 വിച്ച് ഈസ് 61. ആൻഡ് ഇത് 37-ഉം 14-ഉം കൂടെ നോക്കുക. 37 മൈനസ് 14 ഈസ് 23. ആൻഡ് 124 മൈനസ് 14 എടുക്കുക, 110. ആൻഡ് 124 മൈനസ് 65 എടുക്കുക, 59. ആൻഡ് 72 ഫൈനലി എന്താണ്, 72 മൈനസ് 65 എടുക്കുക വിച്ച് ഈസ് 7. ഓക്കെ, സോ ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 326 വരും. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു നൊട്ടേഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ കീ എഴുതുമ്പോൾ ബ്ലോക്ക് റിക്വസ്റ്റുകൾ എഴുതുമ്പോൾ ആ നമ്പറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 32-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം 98 ഉണ്ടെന്നും പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആ തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്ററപ്റ്റ് സർവീസിംഗ് മെക്കാനിസം ഇൻ വിച്ച് ദ റിക്വസ്റ്റിംഗ് ഡിവൈസ് ഐഡന്റിഫൈസ് ഇറ്റ്സെൽഫ് ടു ദ പ്രോസസർ ടു ബി സർവീസ്ഡ് ഈസ്. അതായത് ഇന്ററപ്റ്റ് സർവീസ് മെക്കാനിസം ആണ്. അതിൽ റിക്വസ്റ്റ് ഡിവൈസുകളെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഏതാണ്, ഐഡന്റിഫൈ ചെയ്ത് പ്രോസസർ സർവീസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സിംപ്ലി നമുക്കിത് പറയാം, ഏതാണ്, വെക്റ്റഡ് ഇന്ററപ്റ്റ്. ഇനി പോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് എ മെത്തേഡ് വേർ എ ഡിവൈസ് കണ്ടിന്യൂസ്ലി ചെക്സ് ദ സ്റ്റാറ്റസ് ഓഫ് അനദർ ഡിവൈസ് ടു ഡിറ്റർമിൻ ഇഫ് ഇറ്റ് നീഡ്സ് എന്താണ്, എന്തെങ്കിലും അറ്റൻഷൻ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ കണ്ടിന്യൂസ് എന്താണ്, ഇങ്ങനെ റിക്വസ്റ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊറീസ് ഇങ്ങനെ അപ്പുറത്തുള്ള ഡിവൈസിലോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിംഗ് എന്ന് പറയുന്നത്. ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ററപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഹയർ പ്രയോറിറ്റി ഉള്ള ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, അതിനെ നെസ്റ്റ് ചെയ്യും. ഉടനെ നമ്മൾ ഹയർ പ്രയോറിറ്റി ഉള്ളതിനെ നമ്മൾ എടുക്കാനായിട്ട് പോകും. അതിനാണ് ഇന്ററപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രോസസർ സർവീസ് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസ് തന്നെ മനസ്സിലാക്കുവാണ് ഏത് സർവീസിങ് മെക്കാനിസം ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് വെക്റ്റേർഡ് ഇന്ററപ്റ്റ് വരുന്ന കേസിലാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ പ്രോസസ് എക്സിക്യൂട്ട്സ് ദ കോഡ്
അതായത് 3 ഫോർക്ക് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഫോർക്ക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോസസ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ 2n എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചൈൽഡ് പ്രോസസ്സുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പേരന്റ് ആണ്, അതായത് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നതാണ് പേരന്റ് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത്. സോ 2n-1 എന്നുള്ളത് ചെയ്തേച്ചാൽ മതി. ഇവിടെ എത്ര ഫോർക്ക് ഫംഗ്ഷൻ ഉണ്ട്? n = 3 ആണ് വരുന്നത്. സോ 2 3 - 1 which is 8 - 1 which is 7. ഈ മൈനസ് ചെയ്ത് എന്താണ്? ചൈൽഡ് പ്രോസസ്സുകൾ എത്ര എണ്ണം ഉണ്ട്? 8 പ്രോസസ്സുകൾ ഉണ്ട്. അതിൽ പേരന്റിനെ മൈനസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചൈൽഡ് പ്രോസസ്സുകൾ വരുന്നത്. സോ ദ ആൻസർ ഈസ് 7. നെക്സ്റ്റ് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇച്ചിരി സ്പീഡിൽ പോവാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് സെർവർ? നമുക്കറിയാം ഇതിൽ വെബ് സെർവർ അല്ലാതെ ഉള്ളത് ഏതാണ്? എക്ലിപ്സ് ആണ്. വിച്ച് ഈസ് ആൻ IDE, ഇന്റഗ്രേറ്റഡ് മറ്റേ എന്താണ് ഈ ഒരു ഡിവൈസ്, ഒരു ഇന്റർഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് എക്ലിപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇതെല്ലാം വെബ് ടെക്നോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണ്. സോ അറേസ് വിത്ത് നെയിംഡ് കീസ് ആർ കോൾഡ് ഡാഷ് ഇൻ PHP. അതായത് PHP-യിലെ നെയിംഡ് കീസ് അല്ലെങ്കിൽ നെയിംഡ് കീ വാല്യൂ പെയർസ് അല്ലെങ്കിൽ നെയിംഡ് കീസ് ആയിട്ടുള്ള അറേസിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്? നെയിംഡ് അറേസ് ആണോ? അല്ല. അസോസിയേറ്റീവ് അറേസ് ആണോ? കീഡ് അറേസ് ആണോ? ന്യൂമറിക് അറേസ് ആണോ? ഇവിടെ ഇങ്ങനെ രണ്ടൊരു കൺസെപ്റ്റ് ഇല്ല. നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരുന്ന അസോസിയേറ്റീവ് അറേസും ന്യൂമറിക് അറേസ് ആണ്. ന്യൂമറിക് അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇൻഡിജർ ടൈപ്പ് ഉള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള സെയിം ഡേറ്റ ടൈപ്പുകളുള്ള അറേസിനെയാണ് നമ്മൾ ന്യൂമറിക് അറേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? നെയിംഡ് കീസ് ആയിട്ടുള്ള അറേസിനെ നമ്മൾ പറയുന്നത് അസോസിയേറ്റീവ് അറേസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെബ് സെർവർ യൂസസ് ഡാഷ് ടു സ്റ്റോർ ക്ലയന്റ് ഇൻഫർമേഷൻ ഇൻ എ വെബ് സെർവർ. അതായത് വെബ് ബ്രൗസറിൽ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ, നമുക്കറിയാം ക്ലയന്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ വെബ് ബ്രൗസറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ക്ലയന്റിന്റെ ഇൻഫർമേഷൻ, നമ്മുടെ പാസ്വേഡ് ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ വെബ് ബ്രൗസറിൽ. ഓക്കെ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ പറയുന്നതാണ് കുക്കി. നെക്സ്റ്റ്, HTML സ്റ്റാൻഡ്സ് ഫോർ, വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സോ option B is the right answer. Choose the correct HTML element for the largest heading. ഇതൊന്ന് ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് H1 മുതൽ H6 വരെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആണ് ഈ ഫസ്റ്റ് H1 കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ H6 എന്ന് പറയുന്നത് 6 മാത്രമേ ഉള്ളൂ അവിടെ വലുത്, പക്ഷെ ഇത് ഫോണ്ട് എന്ന് പറയുന്നത് ചെറുതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാർജസ്റ്റ് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഓക്കെ, H1 ആണ്. സപ്പോസ് ഈ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ H2, H6 ഹെഡ് ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണ് ലാർജ്? കമ്പയർഡ് ടു H6 ലാർജ് ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കാൻ പറ്റുന്ന H2 ആണ്. ഓക്കെ. സോ ഇവിടെ ആൻസർ വരുന്നത് H1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു കണ്ടെയ്ൻ ജാവാസ്ക്രിപ്റ്റ് കോഡ്? അതായത് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ എന്ത് കൊടുക്കാം? ഒരു HTML-നകത്ത് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് എഴുതി കൊടുക്കാം. അത് ഏത് ടാഗിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കറക്റ്റ് ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ എ ഇൻ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റില് വേരിയബിളിന്റെ കറക്റ്റ് ഡിക്ലറേഷൻ വരുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് പറയാം, വേരിയബിൾ, അതായത് VARA എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ദ അൺസെറ്റ് വേരിയബിൾസ് ഇൻ PHP? PHP-യിൽ വേരിയബിൾസിനെ അൺസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, സപ്പോസ് നമുക്കറിയാം PHP-യിൽ വേരിയബിൾസിനെ നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ $സൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് $A = 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വേരിയബിളിനെ സെറ്റ് ചെയ്തു. ഓക്കെ. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. A എന്ന് പറഞ്ഞിട്ട് എക്കോ, പ്രിന്റ് അല്ല എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PHP-യിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ വരുന്ന കേസിൽ എന്താണ്? എക്കോ A എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 10 ആവും. ഓക്കെ. ഇനി നമ്മള് അൺസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് എയെ സ്പെസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് വാല്യൂ ആണോ ആ വാല്യൂ ചേഞ്ച് ആയിട്ട് എയുടെ വാല്യൂ empty ആയിട്ട് മാറും.
അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് അൺസെറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി അൺസെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്കോ പറഞ്ഞിട്ട് എ എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എം ടി എന്നുള്ളതായിരിക്കും നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഒരു വേരിയബിളിനെ PHP യിൽ അൺസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അൺസെറ്റ് ആണ് ആൻസർ. Next question, what is the correct syntax of XML declaration? XML declarationന്റെ correct syntax എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ XML ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് DTDയുടെ കൂടെ നമ്മൾ വേർഷൻ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും എഴുതുന്നത്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സിന്റാക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ആംഗുലർ ബ്രാക്കറ്റിൽ അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് XML വേർഷൻ കൊടുക്കുക, ഇൻവേർട്ടഡ് കോമയിൽ 1.0 എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നതാണ് കറക്റ്റ് ഡിക്ലറേഷൻ. Next question, DTD in XML stands for, that is എന്താണ് DTD എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് XML നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന എന്താണ് ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ ആണ് നമ്മൾ DTD സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേരിയബിൾ നെയിം ഇൻ PHP സ്റ്റാർട്ട് വിത്ത്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് PHP യിൽ നമ്മൾ വേരിയബിൾ നെയിം എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് $sign കൊണ്ടിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Next question, which of the following tag is used to add rows in the table? അപ്പൊ നമുക്ക് ഇങ്ങനെ ടേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെയാന്ന് ഓർക്കുക. TH ഉണ്ട്, which is table header, and TD is table data. ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് TD വെച്ചിട്ടാണ്. TR വെച്ചിട്ടാണ് നമ്മൾ റോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. TP എന്നുള്ളൊരു ടാഗേ ഇല്ല. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് TR tag is used to add rows in the table. Okay. Clear ആണെന്ന് വിശ്വസിക്കുന്നു. Okay, that's the end of the question discussion. I hope all എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, thank you.